أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشهدر لنا بهذا المحضر والدأت فيه بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. അൽഹംദുലില്ലാ, നമ്മൾ ഇസ്ബ് 10 കഴിഞ്ഞ ആഴ്ച പൂർത്തീകരിച്ചിരുന്നു. അതായത് അഞ്ചാമത്തെ ജുസ് നമ്മൾ പൂർത്തീകരിച്ചു. ഇനി 6ാമത്തെ ജുസ്, അതായത് 11ാമത്തെ ഹിസ്ബ് ആണെന്ന് തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഇതൊക്കെ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ളുലിം വകാന അല്ലാഹു സമീഅൻ അലീമാ. ഇൻ തുബ്ദൂ ഖൈറൻ ഔ തുഖ്ഫൂഹു ഔ തുഅഫൂ അൻ സൂഇൻ ഫഇന്നല്ലാഹ കാന അഫൂവൻ ഖദീറാ. ഈ രണ്ടായത്താണ് നമ്മൾ വിശദീകരിക്കുന്നത്. ലാ യുഹിബ്ബുല്ലാഹ്, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, അൽ ജഹറ ബിസ്സൂഇ, അതായത് തെറ്റ് വെളിവാക്കുന്നതിനെ. സൂന്നാണ് ഉദ്ദേശിക്കുന്നത് ചീത്ത വാക്കിനെയാണ്. ചീത്ത വാക്ക് വെളിവാക്കുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ചോദ്യം ഉണ്ടാവും, അത് രഹസ്യമാക്കുന്നതിന് കുഴപ്പമുണ്ടാവും. ആ അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞത്. രഹസ്യമാക്കിയാലും പ്രശ്നം തന്നെയാണ്, പക്ഷേ പരസ്യമാക്കിയാൽ അത് വലിയ പ്രശ്നമാണ് എന്നർത്ഥത്തിലാണെന്ന് വിശദീകരിക്കുന്നുണ്ട് പിന്നീട്. അപ്പോൾ ചീത്ത വാക്ക് പരസ്യമാക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല തീരെ. മിനൽ ഖൗൽ, എന്ത് സംസാരത്തിൽ നിന്നുള്ള ചീത്ത വാക്ക്, ചീത്ത കാര്യം. ഇല്ലാ മൻ ളുലിം, ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒഴികെ. അതായത് ഒരാളെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരാളെ അടിക്കുകയോ ഒരാളുടെ അടുത്ത് നിന്ന് ഒരു സ്വത്ത് കളവ് നടത്തി പോവുകയോ അങ്ങനെ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക ചെയ്താൽ ചിലപ്പോൾ നമ്മളത് പറയേണ്ടി വരും. ഇന്ന ആൾ അത് എടുത്തിട്ടുണ്ട്, എന്നെ അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയേണ്ടി വരും. ചിലപ്പോൾ പലപ്പോഴും അത് ചെയ്യേണ്ടി വരിക നമ്മൾ ഒരു ന്യായാധിപൻ്റെ മുമ്പിൽ, ഖലീഫൻ്റെ മുമ്പിൽ ഒക്കെ ആയിരിക്കും നമ്മളത് പറയേണ്ടി വരിക. അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്കത് പറയുന്നത് തെറ്റില്ല, പറയാം. അതല്ലാത്ത സാഹചര്യത്തിൽ നമ്മളത് അങ്ങനത്തെ ചീത്ത വാക്ക് പറയുന്നത്, മോശം വാക്ക് പറയുന്നത് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. വകാന അല്ലാഹു സമീഅൻ അലീമ, അള്ളാഹു തആല എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ഇൻഷാ അല്ലാഹ് ഇത് വളരെ രസകരമായ, നമുക്ക് നമ്മളെ ഹൃദയത്തെ തുറപ്പിക്കുന്ന ഒരുപാട് ചർച്ചകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവസാനം വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി തങ്ങളുടെ ലതായിഫുൽ ഫിൽ ഇശാറത്തിലും ബഹർ മദീദിലൊക്കെ നമുക്ക് ഭയങ്കര ആയം അനുഭവപ്പെടും. അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ വിശദീകരിക്കാം. ഇൻ തുബ്ദൂ ഖൈറൻ, നിങ്ങൾ വെളിവാക്കിയാൽ, ഖൈറൻ നന്മനെ, ഔ തുഖ്ഫൂഹു, അല്ല നിങ്ങളത് മറച്ചു വെച്ചാൽ, ഔ തഅഫൂ അൻ സൂ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ചെയ്ത ഒരു തെറ്റിനെ നിങ്ങൾ പുറത്തു കൊടുത്താൽ, ഫഇന്നല്ലാഹ കാന അഫൂവൻ ഖദീറ, തീർച്ചയായും അല്ലാഹു തആല ഏറെ മാപ്പ് നൽകുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാകുന്നു. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻ തുബ്ദൂ ഖൈറൻ, എന്ത് നന്മ കാണിച്ചാൽ, എന്താ നന്മ കാണിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഔ തുഖ്ഫൂഹു, മറച്ചു വെച്ചാൽ എന്നാണ് എന്താ ഉദ്ദേശിക്കുന്നത്? ഔ തുഅഫൂ അൻ സൂ, നിങ്ങളോട് തെറ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾ പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക തന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? മാപ്പ് കൊടുക്കുക എന്നല്ല എന്താ ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് അള്ളാഹു അഫൂവൻ ഖദീറ എന്ന് പറഞ്ഞത്? എന്താ അഫൂവ് ഖദീർ എന്നുള്ള രണ്ട് ഇസ്മിന് അള്ളാഹു എന്തിനാണ് അവിടെ കൊണ്ടുവന്നത്? ഇതൊക്കെയാണ് ഇന്നത്തെ ചർച്ചയുടെ ഇതിവൃത്തം. ഇൻഷാ അല്ലാഹ് ആദ്യം നമുക്ക് ഫീരിയാൽ തഫ്സീർ എന്ന ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞത് വായിക്കാം. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ളുലിം. അപ്പോൾ ഈ ഒരു ആയത്തിൻ്റെ സബബുൻ നുസൂൽ, അത് ഇറങ്ങാനുള്ള സാഹചര്യം എന്താ? സബ്ബ റജുലുൻ അബാബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഒരാൾ ചീത്ത വിളിച്ചു.
ഒരാൾ അധിക്ഷേപിച്ചു ഫി മജ്ലിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിൽ. ഫലം യറുദ്ദു അലൈഹി. അപ്പോൾ റസൂലുള്ളാഹിയുടെ മജ്ലിസിലാണ് അബൂ ഖുദൈഫാനാണ് ചീത്ത പറയണത്. അപ്പോൾ അത് ചീത്ത പറയപ്പെട്ടപ്പോൾ അബൂ ഖുദൈഫാനോ അതിന് മറുപടി കൊടുത്തില്ല. ഫസബ്ബ സാനിയൻ ഫലം യറുദ്ദു അലൈഹി. രണ്ടാമതും അദ്ദേഹം അധിക്ഷേപിച്ചു, അപ്പോഴും മറുപടി കൊടുത്തില്ല. ഞാനിതിങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുക, അതിനൊരു വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തങ്ങളുടെ സ്വഹാബാക്കളിൽ ഏറ്റവും ഉന്നതരാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് വരെ അവരെ കൂട്ടത്തിൽക്കാരിൽ നിന്ന് അധിക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. രണ്ടാമത്, അങ്ങനെ അധിക്ഷേപം ഏൽക്കേണ്ടി വന്നത് എവിടെയോ വെച്ചല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വെച്ച് തന്നെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി അതിനെതിരെ മറുപടി പറയുന്നതല്ല ചെയ്തത്. പക്ഷെ അത് തുടരെ വായിക്കുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ നമ്മളുടെ ഈ കാലഘട്ടത്തിലും സാധ്യം തന്നെയല്ലേ? അള്ളാഹിൻ്റെ ഖലീഫൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, അവരിൽ ഏറ്റവും നല്ലൊരാളുണ്ടെന്ന് കരുതുക, അവർക്ക് അധിക്ഷേപം വരിക എന്നുള്ളത് ഇപ്പം നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാവരുത്. കാരണം അത് സ്വാഭാവികമാണ്. അധിക്ഷേപം വന്നിട്ട് അവർ മൗനം പാലിക്കുക എന്നുള്ളതും അവരിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യമാണ്. ആ അധിക്ഷേപം തന്നെ ഉണ്ടാവുന്നത് അള്ളാഹിൻ്റെ ഖലീഫൻ്റെ മുമ്പിൽ തന്നെയായാലും അതും അനുവദനീയ കാര്യമാണ്. കാരണം അതൊക്കെ റസൂലുള്ളാഹിയുടെ സുന്നത്താണല്ലോ. അതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. അതിനർത്ഥം അധിക്ഷേപിക്കുന്ന ആൾ നല്ല ആൾക്കാരെന്നല്ല. അങ്ങനെയൊക്കെ ഈ സംഭവ വികാസങ്ങളൊക്കെ അള്ളാഹിൻ്റെ ഖലീഫൻ്റെ ജമാഅത്തിൽ നടക്കുന്നതാണ്. സബ്ബസാനിയൻ, അപ്പോൾ അബൂ ഖുദൈഫ തങ്ങളെ രണ്ടാമത് അവർ അധിക്ഷേപിച്ചു. ഫലം യറുദ്ദ അലൈ. അപ്പോൾ അബൂ ഖുദൈഫ തങ്ങൾ അതിന് മറുപടി കൊടുത്തില്ല. വസബ്ബഹു സാലിസൻ, മൂന്നാമതും അധിക്ഷേപിച്ചു. ഫറദ്ദ അലൈ. അപ്പോൾ അബൂ ഖുദൈഫ മറുപടി കൊടുത്തു. ഫഖാമൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ റസൂലുള്ളാഹിയുടെ മജീസിൽ വെച്ചിട്ട് നടക്കണം നോക്കണം. അപ്പോൾ റസൂലുള്ളാഹി അവിടുന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ അവിടെ വെച്ചിട്ട് എന്തൊക്കെ ആയിരിക്കും ഈ ചിലപ്പോൾ ഉദാഹരണം എന്തായിരിക്കും അവർ അധിക്ഷേപിക്കുന്നുണ്ടാവുക? അബൂ സിദ്ദീഖ് ചെയ്തത് ശരിയല്ല, അങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്. ചിലപ്പോൾ പണത്തിൻ്റെ ക്രമക്കേടുകളായിരിക്കും, ചിലപ്പോൾ അവരുടെ രീതികളായിരിക്കും, ചിലപ്പോൾ അവർ പറഞ്ഞത് ശരിയായിട്ടുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും അതിൻ്റെ അധ്യക്ഷൻ ആ മീറ്റിങ്ങിൻ്റെ ഒക്കെ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തൽ 2-3 ആഴ്ച ചിലപ്പോൾ ഉണ്ടാതെ മൗനം പാലിച്ച അബൂ ഖുദൈഫ നിന്നിട്ടുണ്ടാവണം. മൂന്നാമതും പറഞ്ഞപ്പോൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അതിന് മറുപടി കൊടുത്തു. അപ്പം എന്താ ചെയ്തു? ഖാമ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി എഴുന്നേറ്റ് പോയി. അപ്പം ആലോചിക്കേണ്ടത്, മറ്റാൾ 2 പ്രാവശ്യം അധിക്ഷേപിച്ചപ്പോൾ അധിക്ഷേപം എന്തായാലും ശരിയല്ലല്ലോ. ആ ശരിയല്ലാത്ത അധിക്ഷേപത്തിനൊന്നും റസൂലുള്ളാഹി പറഞ്ഞിട്ടുമില്ല, അവിടുന്ന് എഴുന്നേറ്റ് പോയിട്ടുമില്ല. അബൂ ഖുദൈഫ മറുപടി പറഞ്ഞപ്പോഴാണ് എഴുന്നേറ്റ് പോയത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഈ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പെരുമാറുന്നത്? മറ്റുള്ളവരോട് ഇങ്ങനെ അത്ര ഗൗരവത്തിൽ പെരുമാറുന്നില്ല. അടുത്തവരോട് ഭയങ്കര ചെറിയ കാര്യങ്ങളിൽ വരെ ഭയങ്കര ഗൗരവം കാണിക്കുന്നു. ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശേഷം ഇമാം കുശൈരി തങ്ങളൊക്കെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ അയൽവാസിൻ്റെ ആ കുട്ടി നമ്മളെ വീട്ടിൽ വന്ന് എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കി നമ്മൾ എന്തെങ്കിലും പറയുമോ? ഒന്നും പറയുമല്ലോ, വളരെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ നമ്മൾ മകനാണ് ചെയ്യണമെങ്കിലും നമ്മൾ ചെറുതാണെങ്കിൽ പോലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ ആയിരിക്കണമല്ലോ. അപ്പോൾ അതേപോലെ കൂടുതൽ അടുപ്പം കൂടുതൽ സീരിയസ്നെസ്സിന് കാരണമാവും. അതായത് അവരിൽ നിന്ന് അത്ര നമ്മൾ പ്രതീക്ഷിക്കൂല. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് വരുന്ന ചെറിയത് അള്ളാഹിൻ്റെ ഖലീഫൊക്കെ വലുതാണ്. ദൂരമുള്ള ആളുകൾ ചെയ്യുന്ന വലുത് അള്ളാഹിൻ്റെ ഖലീഫൊക്കെ ചെറുതാണ്. ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യുന്നില്ല. അവൻ ഫഖാമൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് പോയി. അൻസർഫ അൻ മജ്ലിസി, ആ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞ് എഴുന്നേറ്റ് പോയി. ഫഅദ്റകഹു അബൂബക്കറിൻ ഫഖാല ലഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടർന്ന് അബൂ ഖുദൈഫ പോയി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ റസൂലുള്ളാഹി എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ അള്ളാഹു സങ്കടാവില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണോ ഒരു എഴുന്നേറ്റ് പോയ പിന്നാലെ പോയി റസൂലുള്ളാഹി. എന്നിട്ട് ഒരു പറഞ്ഞു, റജുലു തക്കല്ലമലി മിറാറൻ വലമ്മ തക്കല്ലം. ഒരിനോട് കുറേ എന്നെ പറ്റി പറഞ്ഞില്ല, ആ സമയത്തൊന്നും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. വലമ്മ തക്കല്ലം. അപ്പോൾ ഞാനൊന്നും പറഞ്ഞപ്പോഴത്തേക്കോ ദഹബ്ത അന്ന, നിങ്ങൾ നമ്മളെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ഒരുപാട് ഞാൻ പറയാതിരുന്നില്ലേ, പറഞ്ഞപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പോവുകയും ചെയ്തല്ലോ.
കാല അപ്പോൾ റസൂലുള്ളാഹിങ്ങൾ പറഞ്ഞു ലമ്മ സക്കത്ത കാന യറുദ്ദു അൻകൽ മലക്ക്, നിങ്ങൾ മിണ്ടാതിരുന്ന സമയത്തുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മലക്ക് ഉത്തരം നൽകുന്നുണ്ടായിരുന്നു. നിങ്ങളുള്ള അധിക്ഷേപം പറയുമ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നോ ശരിയായിട്ടൊന്നുമല്ല, ആ അധിക്ഷേപത്തിന് മുകളിൽ മിണ്ടാതിരുന്നപ്പോൾ മലക്ക് ഉത്തരം പറയുന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നിട്ട് അതിപ്പോൾ നമ്മൾ എന്താ പറയുക സത്യം വിജയിക്കാതിരിക്കുമോ എന്നൊക്കെയുള്ള സങ്കടമായിരിക്കും നമുക്ക്. നമ്മൾ മിണ്ടാതിരുന്നാൽ എന്താ സംഭവിക്കുക, പറഞ്ഞ് അത് സ്ഥിരപ്പെടുത്തണ്ടേ എങ്ങനെയെങ്കിലും, അത് അതിൻ്റെ അല്ലെങ്കിൽ പ്രശ്നമല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അങ്ങനൊന്നുമില്ല. ലമ്മ സക്കത്ത, നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ കാന യറുദ്ദു അൻകൽ മലക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉത്തരം നൽകുന്നുണ്ടായിരുന്നു. ഇവിടെ മലക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ തീരുമാനങ്ങൾ നടക്കുക, അള്ളാഹ് നിങ്ങൾക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നർത്ഥം. വലമ്മ തക്കല്ലംത്, നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇൻഷറഫ് അൽ മലക്കു വജാ ഷെയ്ത്താൻ, അവിടെ മലക്ക് പിരിഞ്ഞു പോയി, ഷെയ്ത്താനാണ് പിന്നെ വന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോയി, ആ സംസാരിച്ചത് ഹക്കാണെന്ന് ഓർക്കണം. അബൂ സിദ്ദീഖുള്ളാഹിനെ പറ്റി അധിക്ഷേപം പറഞ്ഞത് ശരിയല്ലല്ലോ. ആ ശരിയല്ലാത്ത കാര്യത്തിന് വരെ മറുപടി പറയാനും അതിനു വേണ്ടി ന്യായീകരിക്കാനും സ്ഥാപിച്ചെടുക്കാനും വേണ്ടി പോയപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്, മലക്കിൻ്റെ സഹായമാണ്. അള്ളാഹിൻ്റെ അടിമ അള്ളാഹിലേക്ക് കാര്യങ്ങൾ വിടുമ്പോൾ അള്ളാഹ് ഏറ്റെടുക്കും. അതേസമയം അള്ളാഹിൻ്റെ അടിമ ഞാൻ അത് ശരിപ്പെടുത്തണം, എനിക്ക് ന്യായം കിട്ടണം, ഞാൻ നേടിയെടുക്കും അത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ അള്ളാഹിൻ്റെ സഹായം അവിടെ നിന്ന് എടുക്കപ്പെടും. പിന്നെ നെയ്യ് നോക്കിക്കോ, ഞാൻ വിട്ട് ഈ പോയിക്കോ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടോ. അങ്ങനെ മലക്ക് പോയി അവിടെ ശൈത്താൻ വന്നു. വാനല അജിരിസുഹു ഫൻസറഫത്ത്, ഞാൻ മൂപ്പരെ കൂടെ ഞാൻ ഇരിക്കൂല, അതുകൊണ്ട് ഞാൻ പിരിഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞു. ഇത് വലിയൊരു പാടാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഫനസലത്ത് ഹാദിൽ ആയ, അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ലാ യുഹിബ്ബുല്ലാഹ്, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ജഹറു ബിസ്സൂഇ മിനൽ ഖൗൽ, സംസാരത്തിൽ നിന്ന് ചീത്ത സംസാരത്തെ വെളിവാക്കുന്നത്, ഇല്ലാമൻ ദുലിം, നിങ്ങൾ ആക്രമിക്കപ്പെട്ടാലൊഴികെ. അപ്പോൾ ഇവിടെ അബൂ സിദ്ദീഖുള്ളാഹിക്ക് ഒരു ഒഴിവ് കൊടുക്കണം അള്ളാഹു. അബൂ സിദ്ദീഖുള്ളാഹിന് ആക്രമിക്കപ്പെട്ട ഒരാളായിരുന്നല്ലോ. അപ്പോൾ മിസ്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അപ്പോൾ അബൂബക്കർ സിദ്ദീഖുള്ളാഹി തങ്ങളെ പോലുള്ള ആളുകൾക്ക് അവിടെ മറുപടി പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് അള്ളാഹു പറയണം അവിടെ. എന്നാലും അതിൻ്റെ സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പാഠം ഒന്ന് ആലോചിച്ച് നോക്കും. അൽ ഇൻസാനു മംനൂഉൻ മിനൽ ജഹരി ബിസ്സൂഇ ഖൗലൻ വഫിഅലൻ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് നിരോധിക്കപ്പെട്ടതാണ് മോശപ്പെട്ട സംസാരവും പ്രവർത്തനവും വെളിവാക്കുക എന്നുള്ളത്. അത് സംസാരം മാത്രമല്ല, സംസാരമാവട്ടെ പ്രവർത്തനമാവട്ടെ മോശപ്പെട്ടത് ചീത്തയായത് വെളിവാക്കുക എന്ന് പറയുന്നത് മനുഷ്യന് അനുവദനീയമല്ല. ഇന്ന് ചീത്ത വാക്കില്ലാത്ത ഒന്നുമില്ല, അനങ്ങിയ ചീത്ത വാക്കാണ് നമ്മൾക്ക്. ആ ചീത്ത വാക്കൊരു സ്വാഭാവികമായ ഒന്നായി മാറുന്നു. അതായത് നമ്മൾ പറയും ദേഷ്യം പിടിച്ചിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ടാവുക, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാതെ ചീത്ത വാക്ക് ഉപയോഗിക്കുന്നത് ഒരു കുഴപ്പമില്ലാത്തൊരു സംഭവമായി മാറുന്നു. അപ്പോൾ ഒരു ഘട്ടത്തിലും ചീത്ത വാക്കോ ചീത്ത പ്രവർത്തനമോ വെളിവാക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. ലാഫി ഹക്ക് ലാലിം, ഒരു ലാലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആക്രമിക്കപ്പെട്ടതാണെങ്കിൽ അവന് പറ്റും. ഇതാ തലം തൽ ഇൻസാൻ, ഒരു മനുഷ്യനോട് അക്രമം കാണിക്കപ്പെട്ടാൽ ഫലക്ക അൻ തതകല്ലമ ഫീ ദുൽമിഹി, അവന് ആ ഒരു അക്രമത്തെക്കുറിച്ച് പറയാനാണ് അനുവദനീയമായത്. നമ്മൾ വിചാരിക്കണ പോലെ അവന് സംസാരിക്കാൻ അനുവദനീയമാണെന്ന് പറഞ്ഞാൽ അവന് തെറി പറയാൻ അനുവദനീയമെന്നല്ല എൻ്റെ അർത്ഥം. അവന് എന്താണോ ആക്രമിക്കപ്പെട്ടത് ആ ആക്രമിക്കപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയാം. എന്നെ ഇന്ന ചെയ്തു, അവർ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാമെന്നേ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണത്തിലേക്ക് താഴെ വരുന്നുണ്ട്. ബി അൻ തഖൂലു, അദ്ദേഹത്തിന് പറയാം, ഫുലാനുൻ സറക്കമാലി, ഇന്നൊരു മനുഷ്യൻ എൻ്റെ സ്വത്ത് അപഹരിച്ചു, കട്ടെടുത്തു. ഫുലാനുൻ ഫഅലലി, ഇന്നൊരു മനുഷ്യൻ എന്നോട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. ലൈസ ഫീ ഹാദാ ദംബുൻ, ഇതൊന്നും തെറ്റല്ല അങ്ങനെ പറയുന്നത്. ഔ ഇദാ കാനൽ ഇൻസാനു യർതഖിബു ബിദ്അതൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മുകളിലൊരു ബിദ്അത്ത് ഉണ്ട്, ഒരു പുത്തൻവാദിയാണ് അയാൾ. അപ്പോൾ അയാളെ പറ്റി പുത്തൻവാദിയാന്ന് പറയുന്ന ഈബത്താന്ന് വിചാരിക്കരുത്, അങ്ങനെയല്ല. അയാൾ പുത്തൻവാദിയാന്ന് നമ്മൾ പറയണം, അയാൾ പുത്തൻവാദിയാണ് എന്ന് പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഔ ദലാലത്തിന് ദുൽമ ചെയ്യുന്ന ആളാണ്,
ഔ ഫിസ്കൻ അല്ലെങ്കിൽ ഫാസിക്കാണ്, തമ്മാടിയാണ്. ജിൽബാബൽ ഹയാ, നാണത്തിൻ്റെ ആവരണം എടുത്തു മാറ്റിയവനാണ്. അതായത് ഒരാൾ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളാണ്, തെറ്റുകൊണ്ട് അറിയപ്പെട്ട ആളാണ്, അതിന് അയാൾക്ക് ഒരു കുറവുമില്ല അത് പറയുന്നുകൊണ്ടൊന്നും. പരസ്യമായി വിഭജിക്കുന്നു, പരസ്യമായി കള്ളുകുടിക്കുന്നു, പരസ്യമായി തെറി പറയുന്നു, എല്ലാവർക്കും അറിയാം അങ്ങനത്തെ ഒരു കാര്യം. അങ്ങനത്തെ ഒരാളെ പറ്റി പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് ഒരു വിദേഹത്തുകാരനെ പറ്റി പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ ഒരാളെ പറ്റി പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ രഹസ്യത്തിൽ അങ്ങനെ ഒരു കാര്യമുള്ളൂ എന്ന് കരുതുക, ആരും അറിയില്ല, അത് പറയൽ പ്രശ്നമാണ്. ഫമൻ ഹല ജിൽബാബിൽ ഹയാ ഇ ഫലാ ഈബതല, ഒരാൾക്ക് നാണമില്ലാതെ അദ്ദേഹം പരസ്യമായി തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് പരസ്യമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയൽ അത് ഈബത്തല്ല. ഹദീസാണ് അതിൻ്റെ തെളിവ്. എന്താ? ഇദ്കുറുൽ ഫാസിഖ ബിമാ ഫീഹി ലികൈ യഹ്ദുറൂ, ഫാസിഖ് തെമ്മാടിനെ പറ്റി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, കാരണം ആളുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു തെമ്മാടിയായ ഒരാൾ സ്ഥിരമായി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം ഒരു കാര്യം, അദ്ദേഹം പബ്ലിക്കായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മറ്റൊരാളോട് ഇന്ന ആൾ ഇങ്ങനെ ചെയ്യുന്ന ആളാണ് കേട്ടോ എന്ന് പറയുന്നത് ഈബത്താവൂല, അത് അനുവദനീയമാണ്. ഒമിനൽ ജഹരി ബിസ്സൂഇ മിനൽ ഖൗലി ലദീ യജൂസ്, അതുപോലെ തന്നെ നമുക്ക് വെളിവാക്കാൻ പറ്റുന്ന, അതായത് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പബ്ലിക്കാക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അല്ലൈഫു ഇദാ ലം യുക്റം, ഒരു അതിഥിനെ നല്ല രൂപത്തിൽ സൽക്കരിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മളൊരു വീട്ടിൽ പോയിട്ട് അവർ നമുക്ക് വേണ്ട സൽക്കാരങ്ങളും തരുന്നില്ല, നമ്മൾ വെൽക്കം ചെയ്യുന്നില്ല, നമുക്ക് വേണ്ട ഭക്ഷണം തരൂല, നമ്മളോട് സലാം പറഞ്ഞ് നമ്മൾ മടക്കൂല, ഒന്നും ചെയ്യില്ല, നമ്മളെ ആതിഥ്യം അവർ സ്വീകരിക്കുന്നില്ല എന്ന് കരുതുക. യജൂസു അൻ യസിഫു മുലീഫഹു ബിഅന്നഹു ഗൈറ മുക്രിമിൻ ലിദ്ദൈഫ്, നമുക്ക് അവരെക്കുറിച്ച് പറയാം മറ്റൊരാളോട്, അയാൾ അതിഥികളെ സൽക്കരിക്കാത്ത ആളാട്ടോ, അവിടെ പോയാൽ പച്ച വെള്ളം കിട്ടില്ല, നിങ്ങൾ വെറുതെ പോയിട്ട് കാര്യമില്ല എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അതിഥികളെ സ്വീകരിക്കാത്ത ആൾക്കാരെ അവിടെ ചില വീട്ടിൽ പോയാൽ നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കാന്നല്ലാതെ ഒരു പച്ച വെള്ളം പോലും അവർ നമുക്ക് തരൂല. എങ്കിൽ നമുക്ക് വേറെ ആളോട് അത് പറയുന്നുണ്ട്, കുഴപ്പമില്ല, അതും അനുവദനീയാണെന്ന് കേട്ടോ, അല്ലാതെ പറയൽ നിർബന്ധമെന്നല്ല. അപ്പോൾ അതിനൊരു വ്യാഖ്യാനം കൂടി നൽകുക, ലാ യുഹിബ്ബുല്ലാഹുൽ ജഹർ, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല പരസ്യമാക്കുന്നതിനെ. ലാ യുസീബു അലാ ജഹരി, പരസ്യമാക്കുന്നതിന് അള്ളാഹു പ്രതിഫലം നൽകൂല. ബിസ്സൂ ബൽ യുആഖിബു അലൈഹി, പക്ഷെ ആകെ അതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്തായിരിക്കും? അവന് ശിക്ഷ നൽകുക എന്നുള്ളതായിരിക്കും. മിനൽ ഖൗലി ഇല്ലാ മൻ ദുലിം, സംസാരത്തിൽ നിന്ന് മോശപ്പെട്ടത് പരസ്യമാക്കുന്നതിലൂടെ അവന് നൽകുന്നത് ശിക്ഷയായിരിക്കും, അല്ലാതെ വേറൊന്നുമില്ല. ഇല്ലാ മൻ ദുലിം, അവന് ആക്രമിക്കപ്പെട്ടാലൊഴികെ. ഫലാ യുആഖിദുഹു ബിൽ ജഹ്റ ബിഹി, അവൻ അത് ആ ആക്രമിക്കപ്പെട്ട സമയത്ത് അവനോട് കാണിക്കപ്പെട്ടത്, പ്രവർത്തിക്കപ്പെട്ടത് അവൻ വെളിവാക്കിയാൽ അതിനെ തൊട്ട് അള്ളാഹു പിടികൂടൂല. വഖാന അല്ലാഹു സമീഅൻ, അള്ളാഹു തആല ആണ് എല്ലാം കേൾക്കുന്നവൻ. ലിമായുക്കാൽ, നിങ്ങൾ പറയുന്നതൊക്കെ. അലീമൻ, അതുപോലെ തന്നെ അവൻ എല്ലാം അറിയുന്നവനാണ്. ബിമാ യുഫഅൽ, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ. ലാ യുഹിബ്ബുൽ ജഹ്റ, ഇതിൻ്റെ ഒരു ആത്മീയമായ മാന പറയാൻ കേട്ടോ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു. ലാ യുഹിബ്ബുൽ ജഹ്റ ബിസ്സൂ, തിന്മ വെളിവാക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. മിനൽ ഖൗൽ, മോശപ്പെട്ട വാക്കുകളിൽ നിന്ന്, അതായത് ചീത്ത വാക്കുകൾ വെളിവാക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഫി ഹഖൽ അവാം, അത് സാധാരണക്കാരെ സംബന്ധിച്ചാണ്. അത് സാധാരണക്കാരുടെ അടുത്തുനിന്ന് ചീത്ത വാക്കുകൾ വെളിവാകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ വലാ യുഹിബ്ബു തഹദ്ദുസ ബിഹി ഫി നഫ്സി ഫി ഹഖിൽ ഹവാസ്, ഇത് സാധാരണക്കാർക്കാണ് അവർ ചീത്ത വാക്ക് പറയുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത്. എന്നാൽ പ്രത്യേകക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ചീത്ത വാക്കുകൾ അവരുടെ ഉള്ളിൽ സംസാരിക്കുന്നത് പോലും അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. ബാഹ്യമായി ഒരു സാധാരണക്കാരനാണെങ്കിൽ അദ്ദേഹം പറയുന്നതേ പ്രശ്നമുള്ളൂ, അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത്. എന്നാൽ പ്രത്യേകക്കാരനാണെങ്കിൽ അദ്ദേഹം അത് തൻ്റെ ഹൃദയത്തിലും ചിന്തയിലോട്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല.
വലാ യുഹിബ്ബു അൻ യഖ്തുറ ബിൽ ബാലി ഫി ഹഖിൽ ഹവാസുൽ ഹവാസ്. എന്നാൽ പ്രത്യേകക്കാരായ ആളുകളുണ്ടല്ലോ, ഉന്നതരായ ആരിഫീങ്ങൾ എന്നൊക്കെ പറയുന്നവർ, അവരെടുത്ത് അങ്ങനെ ഒരു കാര്യം അവർ ഹൃദയത്തിൽ ഉണ്ടാവുന്നത് പോലും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കലല്ല, ആ ചിന്തിക്കാനുള്ളൊരു തുടക്കം പോലും അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഇത് പ്രത്യേകക്കാരെന്നൊക്കെ പറഞ്ഞാൽ ആരാന്ന് നോക്കിയാൽ നമ്മൾ എത്രത്തോളം ഇത് സൂക്ഷിക്കണം എന്ന് മനസ്സിലാവും. അവാമെന്ന് പറഞ്ഞാൽ ആരാ? അവാമെന്ന് പറഞ്ഞാൽ സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ ശരീഅത്തിൻ്റെ ആൾക്കാരാണ്. ശരീഅത്തിൻ്റെ കർമ്മങ്ങളിൽ മാത്രം നിൽക്കുന്നവരാണ് അവാമ്. ഹവാസ് എന്ന് പറഞ്ഞാൽ ആരാ? ത്വരീഖത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ ഈ ഹവാസിൽ പറഞ്ഞ എല്ലാ കാര്യവും നമുക്കൊക്കെ ബാധകമാണ്, 100% ഉറപ്പാണ്. ഏതാ പറഞ്ഞ കാര്യം? നിങ്ങളെ ഹൃദയത്തിൽ പോലും മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നത്, മോശം കാര്യങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കണം, അവനെങ്ങനെ കാണിക്കണം, ഇങ്ങനെ ചെയ്യണം, അവനങ്ങനെ ഉണ്ടായ ശരിയാവില്ല, അവനെന്തെങ്കിലുമൊക്കെ സംഭവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നുമില്ല. അവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കണം, അവനെന്തെങ്കിലുമൊക്കെ സംഭവിക്കണം, അവൾക്ക് എന്തെങ്കിലും സംഭവിക്കണം, അവനോട് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അല്ല അവൻ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കലുണ്ടല്ലോ. നമ്മൾ വെറുതെ മനസ്സിലിങ്ങനെ ചിന്തിക്കൽ, അത് ത്വരീഖത്തിൻ്റെ അഹലുകാർക്ക് അവരെടുത്ത് അല്ലാഹു അത് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ, നമ്മളെല്ലാവർക്കും ഉള്ള അള്ളാഹിൻ്റെ ഉപദേശം നമ്മൾ ചിന്തിക്കണം, അള്ളാഹുക്ക് ഇഷ്ടമല്ല. സാധാരണക്കാരെ സംബന്ധിച്ച് അവർ പറഞ്ഞാലേ പ്രശ്നമുള്ളൂ, നമ്മൾ ചിന്തിക്കുന്ന അള്ളാഹുക്ക് ഇഷ്ടമല്ല. എന്നാൽ പ്രത്യേകക്കാർ നമ്മൾ പലരും ഫത്ഹായവരാണ്, അള്ളാഹുവിനെ മാരിഫത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ, യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അവരോടുള്ള അള്ളാഹിൻ്റെ ഉപദേശം എന്താ? നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് പോലും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റൊരാളിനോട് എന്തോ ഉപദ്രവം ചെയ്തിട്ടുണ്ട്, അയാൾ ഇന്നെ എങ്ങനെ കാണിച്ചു, അങ്ങനെ കാണിച്ചു, അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഇവർ എന്നുള്ള ചിന്ത ഉണ്ടല്ലോ, ആ ചിന്ത തന്നെ പ്രശ്നമാണ്. കാരണം ചിന്ത ഉണ്ടാവുന്ന ഗഫ്ലത്തിൽ നിന്നല്ലേ. അതായത് അള്ളല്ലാത്തൊരു പ്രവർത്തകൻ ഇവിടെ ഉണ്ട്, പ്രവൃത്തി ചെയ്യുന്നത് അള്ളല്ലാത്ത ഒരാളാണ്, അള്ളല്ലാത്തൊരു അസ്തിത്വം ഇവിടെ ഉണ്ട് എന്ന് ഒരാൾക്ക് ബോധ്യം വരുമ്പോഴല്ലേ വേറൊരാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. വേറൊരാൾ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവർ ഉപദ്രവിച്ചു, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അള്ളല്ലാത്തൊരു ഫായിൽ ഇവിടെ ഉണ്ടാവണ്ടേ. അപ്പോൾ ഒരു ആരിഫിനെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതാണോ അള്ളല്ലാത്ത ഒരാൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചിന്തിക്കുക? ആ ചിന്ത ഉള്ളിൽ വരുന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ്. എന്നാൽ ത്വരീഖത്തിൻ്റെ അഹലുകാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്ത ഉടലെടുത്ത പ്രശ്നമല്ല, പെട്ടെന്ന് കെട്ട് ചെയ്ത് കളയണം. അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നടക്കരുത്, കാരണം അത് അപകടമാണ്. ഇത് പറഞ്ഞത് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. പിന്നെ ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ദുലിം ഫഫീഹി ഇശാറത്തുൻ. ഈ ആയത്തിലൊരു ഇശാറത്തുണ്ട്. അല്ലാഹു തആല എന്നൊരു ഇശാറത്തുണ്ട്. എന്ത്? അല്ലാഹു തആല ലാ യുഹിബ്ബുൽ ജഹറ ബിൽ അസ്റാരി റബൂബിയ്യത ഇൻദൽ മഹ്ജൂബീൻ. അതായത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല റുബൂബിയ്യത്തിൻ്റെ രഹസ്യങ്ങൾ അള്ളാഹിനെ അറിയാത്ത ആളുകളെ മുമ്പിൽ, അള്ളാഹുവിന് തൊട്ട് മറുള്ള ആളുകളെ മുമ്പിൽ പറയുന്നത്. ആർക്കെങ്കിലും ഫത്ഹായി, ആരെങ്കിലും അള്ളാഹിൻ്റെ മാരിഫത്തിലൂടെ യാത്ര ചെയ്യുകയാണ് എന്നൊക്കെ കരുതുക. അപ്പോൾ അവർക്ക് ഒരുപാട് രഹസ്യങ്ങൾ, അള്ളാഹുവിൻ്റെ ഹഖീഖത്തിനെ കുറിച്ചും മാരിഫത്തിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അവർക്ക് അറിയാൻ മതിയോ? ഒരുപാടൊന്നുമില്ലെങ്കിൽ കുറച്ചെങ്കിലും ചിലപ്പോൾ അറിയാൻ മതിയോ? ഈ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ എൻ്റെ ഉമ്മനോട് പറയട്ടെ, വാപ്പനോട് പറയട്ടെ, മക്കളോട് പറയട്ടെ, അയൽവാസികളോട് പറയട്ടെ, അടുത്ത സുഹൃത്തുണ്ട് വെറുതെ അവരോട് പോയി പറയട്ടെ എന്നൊക്കെ വിചാരിച്ച് അവരാരോടും പറയൂല. ഫത്ഹ ഇല്ലെങ്കിൽ സാറില്ല, ഓൾക്ക് അറിയാലോ, ഓൾക്കത് അറിഞ്ഞിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മളൊന്നും കുറച്ചിങ്ങനെ അവരുടെ അടുത്തൊക്കെ പോയി ഡിസ്കസ് ചെയ്യുന്നത്, ഈ മാരിഫത്തിൻ്റെ കാര്യം, ഹഖീഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കുന്നത്, അത് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്നത് ഇതിൽ സൂചന ഉണ്ട്. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ദുലിം. കശ്ഫുൽ അസ്റാർ റുബൂബിയ്യ ബൈനൽ മഹ്ജൂബീൻ. അള്ളാഹിനെ തൊട്ട് മറിഞ്ഞ ആളുകളെ അടുത്ത് നിന്ന് നമ്മൾ ഇങ്ങനത്തെ അസ്റാറുകൾ പറയുന്നത് അശദ്ദു ഇൻദല്ലാഹി മിനൽ ഹറാം. ഹറാമായ കാര്യം ചെയ്യുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് മോശപ്പെട്ട കാര്യമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ മൂന്നാളിൽ രണ്ടാൾ അള്ളാഹിനെ അറിഞ്ഞ ആളാണ്, ഫത്ഹുള്ള ആളാണ്, രഹസ്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണ്. ഒരാൾ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ പോലും ഈ മൂന്നാളുടെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല. കാരണം അവിടെ ഒരാൾ ഹിജാബുള്ള ആളല്ലേ. അപ്പോൾ ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് ഇതിൽ ഈ ആയത്തിൽ സൂചന ഉണ്ടെന്ന് ഷെയ്ഖ് പറയാണ്. ഇല്ലാമൻ ദുലിം, ഒരു ഒഴിവുണ്ട് അതിൽ. ഇല്ലാമൻ ദുലിം, ദുൽമ് ചെയ്യപ്പെട്ടവനൊഴികെ. ആരാണ് അത്? ഇല്ലാമൻ അലബഹുൽ ഹാൽ. ചിലർക്ക് അത് അവരുടെ ഹാല്
അതിൽ പിടികൂടിയിട്ടുണ്ടാവും. ചിലർ ഫനാവിലൊക്കെ അങ്ങനെ ലയിച്ചു പോയിട്ടുണ്ടാവും. ലയിച്ചു പോകുമ്പോൾ അത് ഭ്രാന്തൻ അവസ്ഥ വന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് പറയുന്നത് കുഴപ്പമില്ല. കാരണം അവർ സ്വബോധത്തിലല്ല പറയുന്നത്, അവരൊരു ഭ്രാന്തായ അവസ്ഥയിലാണ് പറയുന്നത്, അവർക്ക് കുഴപ്പമില്ല. എന്നാൽ ഈ ഭ്രാന്താവസ്ഥ ഇല്ലാത്തവർ ഇത് പറയൽ ഭയങ്കര പ്രശ്നമാണ്. ഭ്രാന്താവസ്ഥ ഉള്ളവർക്ക് അവർക്ക് പറയാം, അവർ ആ സ്വബോധത്തിലല്ലല്ലോ ഉള്ളത്. അതുകൊണ്ട് കാരണം ഈ ലുൽമ് എന്ന് പറഞ്ഞാൽ അവിടെ ലുൽമ് ചെയ്യപ്പെട്ട ആക്രമിക്കപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു വളരെ പോസിറ്റീവായ ഒരു മാരിഫത്തിൻ്റെ തലം കൂടിയുണ്ട്. കാരണം മനുഷ്യനെ പറ്റി, മനുഷ്യൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞു, ഇന്നഹു ലലൂമൻ ജഹൂലാന്ന്. ലലൂമൻ ജഹൂല, ലുൽമ് ചെയ്യുന്നവനാണ്, വലിയ ജാഹിലാണെന്നൊക്കെ പറഞ്ഞ എന്തർത്ഥം? അപ്പോൾ അള്ളാഹിൻ്റെ അമാനത്ത് മനുഷ്യൻ മാത്രമേ സൂക്ഷിച്ചിട്ടുള്ളൂ, മനുഷ്യനെ അത് താങ്ങാൻ പറ്റിയിട്ടുള്ളൂ. ആ മനുഷ്യനാവട്ടെ ലലൂമൻ ജഹൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താക്കി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ആ ലുൽമ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ലുൽമാണ്. അപ്പോൾ ഇല്ലാമൻ ലുലിം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ആത്മീയമായ ഹാല് പിടിപെട്ട് അതിൽ മതിമറന്നു പോയി സ്വബോധം നഷ്ടപ്പെട്ട ആൾക്കാരാണ്. അവർക്കിത് പറയാം, കുഴപ്പമില്ല. വഖാനല്ലാഹു സമീഅൻ അലീമ ബിമാ യുഫ്അൽ. നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ കേൾക്കുകയും അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യുന്നുണ്ട്. ഇൻ തുബുദു, നിങ്ങൾ വെളിവാക്കിയ, അതായത് തുലഹിറു, നിങ്ങൾ വെളിവാക്കിയ ഹൈറൻ മിനൽ ആമാലി, അമലുകളിൽ നിന്ന് നല്ലത് നിങ്ങൾ വെളിവാക്കിയാൽ, അത് തുഹ്ഫു, അല്ലെങ്കിൽ നിങ്ങൾ മറച്ചു വെച്ചാൽ, തഅമലൂഹു സിറൻ, നിങ്ങളത് മറച്ചു വെച്ചുകൊണ്ട് ചെയ്താൽ, ഔ തഅഫു അൻസു, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ തെറ്റിനെ നിങ്ങൾ പുറത്തു കൊടുത്താൽ, ദുൽമിൻ, നിങ്ങളോട് ദുൽമ ചെയ്തിട്ട് അത് നിങ്ങൾ പുറത്തു കൊടുത്താൽ, ഫൈനല്ലാഹു കാന അഫുവൻ ഖദീറ, അല്ലാഹു സുബ്ഹാനഹു വതആല അഫൂ ചെയ്യുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാണ്. ലിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഐ യജ്ഹറ ബിസ്സൂഇ ഫീ ഹഖി മൻ ലലമഹു, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനോട് ഒരു ദുൽമ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വെളിവാക്കുക എന്നുള്ളത് അവന് അനുവദനീയമാണ്. വലാക്കിൻ ഇൻ അഫാ, എന്നാൽ അതേസമയം അവനത് മറച്ചു വെച്ചാൽ, അല്ലെങ്കിൽ അതിനവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, ഫൈൻ അല്ലാഹു തബാറക തആല യുജാസി അലാ ദാലിക്, അല്ലാഹു തആല അവന് പ്രതിഫലം നൽകും. അതായത് ഇവിടെ അവന് വെളിവാക്കാമെന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെളിവാക്കണം എന്ന അടിസ്ഥാനത്തിലല്ല, വെളിവാക്കാൻ അനുവാദമുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഒരാളത് മറച്ചു വെച്ചാൽ, ആരെങ്കിലും ഒരാൾ ഒരു ദുൽമ ചെയ്തു എന്ന് കരുതുക, ഒരാൾ ആക്രമിച്ചു, കളവ് ചെയ്തു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോശം വാക്കുകൾ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു, എന്നാൽ അവൻ ന്യായാധിപന്റെ മുമ്പിലോ അവന് നീതി കിട്ടേണ്ട സ്ഥലത്തോ എവിടെയാണെങ്കിലും അവൻ ആ കുറവിനെ മറച്ചു വെച്ചു എന്ന് കരുതുക. ആ മറച്ചു വെച്ചാൽ അതാണ് നല്ലത്, പറയാൻ അനുവാദമുണ്ടെങ്കിൽ പോലും. അങ്ങനെ മറച്ചു വെച്ചാൽ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് അവന് പ്രതിഫലം ഉണ്ടാവും. വേർലിയാൻ, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനിൽ നിന്ന് തൃപ്തിപ്പെടുകയും ചെയ്യും. അഖദഹു ബിഅന്നഹു തബാറക വതആല കാന അഫൂവൻ ഖദീറ, ഇതിനെ ഊന്നൽ നൽകാനാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു അഫൂവ ചെയ്യുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനാണ് കേട്ടോ. നിങ്ങൾ പുറത്തു കൊടുത്താൽ, നിങ്ങളത് പറയാതിരുന്നാൽ നിങ്ങളവസ്ഥയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളി. നിങ്ങൾക്ക് അതിനേക്കാളും വലിയ കുറവുകളുണ്ട്, നിങ്ങളാരും അറിയായിട്ടാണ്. അപ്പോൾ നിങ്ങളെ കുറവുകളൊക്കെ പുറത്ത് കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ അവനും പുറത്തു കൊടുത്തേക്ക്. അതേസമയം അതുപോലെ തന്നെ നിങ്ങൾ അവനെപ്പോലെ ആയിക്കൂടായിക്കൊന്നു, അള്ളാഹുവിനെല്ലാം കഴിവുള്ളവനാണ്. നിങ്ങളാണെങ്കിൽ അള്ളാഹുവിന് അതുപോലെ ആക്കിയില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ കഴിവുള്ളവനാണെന്ന് മനസ്സിലാക്കിക്കോളി, എന്നിട്ട് നിങ്ങൾ പുറത്തു കൊടുക്കുക ഏതാണ് ചെയ്തോളി എന്ന് പറയുന്ന പോലെയാണ്. ലലിതാലിക വറദ അന്ന മിൻ മക്കാരിമിൽ അഖ്ലാഖ്, അതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഹദീസിൽ, ഒരാളുടെ നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ് അൻ തഅഫു അമ്മൻ ലലമക്, നിങ്ങളോട് ദുൽമ അക്രമം ചെയ്തവരോട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, പുറത്തു കൊടുക്കുക എന്നുള്ളത്. വതസില മൻ ഖതഅക്, നിങ്ങളോട് ബന്ധം മുറിക്കുന്ന ആളുകളെ ബന്ധം നിങ്ങൾ ചേർക്കുക എന്നത്. വതുഅതി മൻ ഹറമക്, നിങ്ങൾക്ക് നൽകാത്തവർക്ക് നിങ്ങൾ നൽകുക എന്നുള്ളതും. ഇതൊക്കെ നമ്മൾ സ്വഭാവത്തിൽപ്പെട്ടതാണ്. നമ്മൾ ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് മിണ്ടിയാൽ അങ്ങോട്ട് മിണ്ടും, ഇങ്ങോട്ട് നല്ല രൂപത്തിൽ ചെയ്താൽ അങ്ങോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല.
ഇതുപോലെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അള്ളാഹു അഫൂവൻ ഖദീറാട്ടോ, അള്ളാഹ് കഴിവുള്ളവനാണ്. അള്ളാഹുവിന് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അള്ളാഹു ഇങ്ങോട്ട് തന്നാലേ ഞാൻ അങ്ങോട്ട് തരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അള്ളാഹിനൊക്കെ എന്താ അങ്ങോട്ട് കൊടുക്കണത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ഒരു വാണിംഗ് പോലെ നമുക്ക് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഈ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തങ്ങൾ ഇതിനെ വിശദീകരിക്കുന്നത് കാണാം. അള്ളാഹു തആല കപടവിശ്വാസികളുടെ മൂടുപടം പിച്ച് ചിന്തുകയും അവരെ തുറന്നു കാട്ടുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ മൂടുപടം നീക്കുക, രഹസ്യങ്ങൾ വെടിവാക്കുക എന്നത് കരുണാനിധിയും ഉദാരവനുമായ അള്ളാഹുവിന് യോജിച്ച ഒന്നല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു തആല മുനാഫിക്കീങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്, അവരുടെ വിശേഷണങ്ങൾ പറയുന്നുണ്ട്, അവരെ വെളിവാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അള്ളാഹു എന്തിനാ അവരെ കുറവുകളൊക്കെ അങ്ങനെ വെളിവാക്കുന്നത്? അള്ളാഹു കാരുണ്യവാനല്ലേ, അള്ളാഹു ഒരുപാട് ഫضل ചെയ്യുന്നവനല്ലേ. അവനെ സംബന്ധിച്ചിടത്തോളം ഇത് അവനെ യോജിച്ച ഒന്നാണോ ഈ രൂപത്തിലുള്ള പ്രവർത്തനം എന്ന് നമുക്ക് തോന്നാലോ. അതിനാൽ അതിനുള്ള ഒരു ഒഴിവായിട്ട്, അതിന് കാരണമായിട്ട് വരുന്ന കാര്യത്തെ അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞു. അപ്പോൾ എന്തിനാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത് എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. അവൻ പറഞ്ഞു, ആക്രമിക്കപ്പെട്ടവനൊഴികെ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും ആകുന്നു. ഇതിനർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നിന്ദ്യമായ കാര്യങ്ങളും മോശമായ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അള്ളാഹു ഇതൊന്നും വെളിവാക്കണം എന്ന് ഇഷ്ടപ്പെടുന്നില്ല. ഉപദ്രവം വലുതാവുകയും കുതന്ത്രവും ചതിയും വർദ്ധിക്കുകയും ചെയ്തവൻ്റെ കാര്യത്തിലൊഴികെ. അപ്പോൾ ഈ മുനാഫിക്കീങ്ങൾ അവരുടെ ഒരുപാട് ഉപദ്രവിക്കുകയും അവരുടെ ചതിയും വഞ്ചനയും വർദ്ധിക്കുകയും ചെയ്തപ്പോൾ മാത്രമാണ് അത് വെളിവാക്കിയത്. അത്തരമൊരു സാഹചര്യത്തിൽ അവൻ്റെ നിന്ദ്യതകളെ വെളിപ്പെടുത്തുന്നത് അനുവദനീയമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം അരുളിയത്: നിർഭാഗ്യയായ ഒരാളുടെ കുറ്റങ്ങൾ ജനങ്ങൾ അവനെ കരുതിയിരിക്കാൻ വേണ്ടി നിങ്ങൾ പറയുക. ഈ കപടവിശ്വാസികളാകട്ടെ മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ അവരുടെ കുതന്ത്രവും ചതിയും അക്രമവും വർദ്ധിക്കുകയും അവരുടെ ഉപദ്രവം വലുതാവുകയും ചെയ്തിരുന്നു. ഈ ഒരു കാരണത്താലാണ് അള്ളാഹു അവരുടെ നിന്ദ്യതകൾ എടുത്തു പറയുകയും അവരുടെ രഹസ്യങ്ങൾ വെളിവാക്കുകയും ചെയ്തത്. അപ്പോൾ മുനാഫിക്കീങ്ങളെ രഹസ്യങ്ങൾ എന്തിനാണ് പറഞ്ഞത് എന്നതിൻ്റെ അടിസ്ഥാനം പറയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ എന്നൊരു വ്യാഖ്യാനം. കാരണം മുനാഫിക്കീങ്ങൾ ഒരുപാട് ദുൽമ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അനുവദനീയാണ്. തീർച്ചയായും ഈ കപടവിശ്വാസികൾ പാശ്ചാത്തപിക്കുകയും ആത്മാർത്ഥത കാണിക്കുകയും ചെയ്താൽ അവർ വിശ്വാസികളുടെ കൂട്ടത്തിലാകുമെന്ന് അത്യുന്നതനായ അവൻ മുമ്പ് കഴിഞ്ഞു പോയ ഈ ആയത്തിൽ പരാമർശിക്കുന്നുണ്ട്. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, മുനാഫിക്കീങ്ങൾ നന്നാവണമെന്ന് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പെടുമ്പോഴാണ് അവർ തൗബ ചെയ്താൽ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ, അള്ളാഹുവിന് വേണ്ടിയാക്കിയാൽ, അള്ളാഹിന് തൃപ്തി മാത്രം കാമിച്ചാൽ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ അങ്ങനെ ഒരു പ്രവർത്തനം മുനാഫിക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും അവർ മുസ്ലിമീങ്ങളിൽ പെടുകയും ചെയ്താൽ, അതിനാൽ അവരിൽ ചിലർ പാശ്ചാത്തപിക്കുകയും തൻ്റെ പാശ്ചാത്താപത്തിൽ ആത്മാർത്ഥത കാണിക്കുകയും ചെയ്തേക്കാം എന്ന സാധ്യതയുണ്ട്. അങ്ങനൊരു സാധ്യത അവിടെ ഉണ്ടല്ലോ. അങ്ങനെ എങ്കിൽ പിന്നീട് അതിനുശേഷം മുൻകാലത്ത് അവനിൽ നിന്നുണ്ടായ കപടവിശ്വാസത്തിൻ്റെ കാരണത്താൽ ചില മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ആക്ഷേപത്തിൽ നിന്നും കുറ്റപ്പെടുത്തലിൽ നിന്നും അവൻ രക്ഷപ്പെടുന്നില്ല. അപ്പം അങ്ങനെ ഒരു നിഫാഖ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നാൽ ആ നിഫാഖിൽ നിന്ന് തൗബ ചെയ്ത് പൂർണ്ണമായും മുസ്ലിമീങ്ങളെ കൂടെ ആയാൽ പോലും പിന്നെ മുസ്ലിമീങ്ങൾ ചിലപ്പോൾ പഴയ അദ്ദേഹത്തിൻ്റെ നിഫാഖും പ്രവർത്തനങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് ആക്ഷേപിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യുന്നതനായ അവൻ ഈ ആയത്തിൽ വ്യക്തമാക്കി, തീർച്ചയായും അത്യുന്നതനായ അവൻ ഈ രീതി ഇഷ്ടപ്പെടുന്നില്ലെന്നും മോശമായ വാക്കുകൾ പരസ്യമാക്കുന്നത് തൃപ്തിപ്പെടുന്നില്ലെന്നും സ്വന്തത്തോട് അക്രമം ചെയ്യുകയും കപടവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തവനൊഴികെ അപ്പോൾ തീർച്ചയായും അത് വെറുക്കപ്പെടുന്നില്ല. അതായത് ആ മുനാഫിക്ക് തിരിച്ചു വന്ന് ഇസ്ലാമിലേക്ക് വന്ന് മുഅ്മിനീങ്ങളെ കൂടെ ആയാൽ അവരുടെ പ്രവർത്തനങ്ങൾ പിന്നെ ആക്ഷേപിക്കപ്പെടരുത്. പഴയ കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അവർ അവിടെ ഒന്നും പറയരുത്. എന്നാൽ അവർ വീണ്ടും പഴയ പോലെ തന്നെ പ്രവർത്തിച്ചാൽ നമുക്ക് അവരുടെ ദുൽമ അധികരിച്ചതുകൊണ്ട് അവരെക്കുറിച്ച് നമ്മൾ പറയുന്നത് അനുവദനീയമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞു, തീർച്ചയായും അള്ളാഹു മോശമായ കാര്യങ്ങൾ പരസ്യമായി പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ പരസ്യമായതല്ലാത്തതും രഹസ്യമായി പറയുന്നതും അവൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരസ്യമായി പറയുന്നത് മാത്രമേ ഇഷ്ടപ്പെടാത്തുള്ളൂ, രഹസ്യമായി വേണമെങ്കിൽ പറയാം എന്നല്ല ഈ ആയത്തിൻ്റെ അർത്ഥം. അവൻ പരസ്യമായി പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല, രഹസ്യമായി പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല.
എങ്കിലും അള്ളാഹു അവൻ ഈ ഒരു വീക്ഷണം പരസ്യമായ എന്ന് ഇവിടെ പ്രത്യേകം പരാമർശിക്കാൻ കാരണം ആ സംഭവം നടന്ന സവിശേഷമായ സാഹചര്യം അത് അനിവാര്യമാക്കിയതിനാലാണ്. അള്ളാഹുവിൻ്റെ ഈ ആയത്ത് പോലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യാത്ര തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ച് വ്യക്തത വരുത്തുക. സൂറത്ത് നിസാന്റെ 94 ആയത്ത് മുമ്പ് പറഞ്ഞിരുന്നു. ഇദാ ദറബ്തും ഫീ സബീലില്ലാഹി ഫതബയ്യനൂ. ഏതുപോലെ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെടുന്ന ആളുകൾ കാഫിരീങ്ങളാണെന്ന് കരുതി മുസ്ലിമീങ്ങളെ കൊന്നുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ഒന്നും കൂടി ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞ ഒരു ആയത്ത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഉറപ്പ് വരുത്തുന്ന അന്വേഷിച്ച് ഉറപ്പ് വരുത്തുന്ന കാര്യം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഉറപ്പ് വരുത്തുന്ന കാര്യം ഇവിടെ പറഞ്ഞ അതിൻ്റെ അർത്ഥം നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ മാത്രമേ അന്വേഷിച്ച് ഉറപ്പ് വരുത്തേണ്ടതുള്ളൂ എന്നാണോ? അല്ല, അവിടെ കുറച്ചും കൂടി ഊന്നൽ നൽകി പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ സമയത്തും അത് വേണം. കാരണം കാര്യങ്ങൾ അന്വേഷിച്ച് വ്യക്തത വരുത്തുക എന്നത് യാത്രയിലായിരിക്കുമ്പോഴും നാട്ടിൽ താമസിക്കുമ്പോഴും ഒരുപോലെ നിർബന്ധമുള്ള കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് ഈ ആയത്തിൻ്റെയും കാര്യവും. അപ്പോൾ രഹസ്യമായിട്ടും നമുക്ക് പറയാൻ പറ്റൂല, പരസ്യമായിട്ടും പറയാൻ പറ്റൂല. പക്ഷെ പരസ്യമായി പറയുന്നതിന് കുറച്ചും കൂടി പ്രശ്നമുണ്ട് എന്നുള്ളത് ഊന്നി പറഞ്ഞു എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. ആക്രമിക്കപ്പെട്ടവൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ആക്രമിക്കപ്പെട്ട ആൾ ചെയ്യേണ്ട പ്രവർത്തനം എന്താ, ഏത് രൂപത്തിലാണ് അവൻ വെളിവാക്കേണ്ടത്, അതിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഖത്താദ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിവർ പറഞ്ഞു, ആക്രമിക്കപ്പെട്ടവൻ ഒഴികെ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ ശബ്ദമുയർത്തി പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. കാരണം തന്നെ ആക്രമിച്ചവനെതിരെ പ്രാർത്ഥിച്ചുകൊണ്ട് ശബ്ദമുയർത്താൻ അവന് അനുവാദമുണ്ട്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്നാണ് ഒരു വ്യാഖ്യാനം. അപ്പോഴും എല്ലാവരും മുമ്പിലും പറയാൻ അനുവാദമില്ല ആണ്, ദുആ ചെയ്യുമ്പോൾ പറയാമെന്ന്. അതാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തന്നെ ആക്രമിച്ചവൻ തന്നോട് ചെയ്ത അക്രമത്തെക്കുറിച്ച് അവൻ മറ്റുള്ളവരെ അറിയിക്കുക എന്നൊഴികെ അത് അവന് അനുവാദമുണ്ട്. അതായത് അവന് വേറെന്ത് ചെയ്യുക, ആ അക്രമം എന്താണോ അവൻ അക്രമം ചെയ്തത് അത് മാത്രം മറ്റുള്ളവർക്ക് പറയാം, അത് കുഴപ്പമില്ല എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം എന്നൊരു മറ്റൊരു മഹാൻ പറഞ്ഞു. മറക്കപ്പെട്ടതും രഹസ്യപ്പെട്ടതുമായ അവസ്ഥകളെ വെളിപ്പെടുത്താൻ പാടുള്ളതല്ല. കാരണം അത് ജനങ്ങൾ പരദൂഷണത്തിൽ വീഴാനും ആ വ്യക്തി സംശയത്തിൻ്റെ ആരോപണത്തിൽ അകപ്പെടാനും കാരണമായി തീരും. എങ്കിലും ആക്രമിക്കപ്പെട്ടവന് തൻ്റെ മേൽ അക്രമം വെളിപ്പെടുത്തൽ അനുവദനീയമാണ്. അവൻ മോഷ്ടിച്ചു എന്നോ അല്ലെങ്കിൽ പിടിച്ചു പറിച്ചു എന്നോ എടുത്തു പറഞ്ഞുകൊണ്ട് അവൻ അത് വെളിപ്പെടുത്താം. ഇതാണ് ബഹുമാനപ്പെട്ട അൽ-അസ്വം റളിയല്ലാഹു അൻഹു തങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് വിശദീകരിച്ചു കാണും. ബഹുമാനപ്പെട്ട റൂഹുൽ ബയാനിൽ ഇസ്മായിൽ ഹക്ക് ബറൂസി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, മുൻഗാമികളിൽ നിന്നുള്ള നിവേദനങ്ങളിൽ ഇപ്രകാരം വന്നിട്ടുള്ളതായി കാണാം. 3 വിഭാഗം ആളുകൾക്ക് പരദൂഷണം ബാധകമല്ല. അക്രമിയായ ഭരണാധികാരി, ഒരു അക്രമിയായ ഭരണാധികാരി നമുക്കുണ്ടെങ്കിൽ ആ ഭരണാധികാരിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അക്രമത്തെക്കുറിച്ച് പറയുന്നത് ഈബത്തിൻ്റെ പരിധിയിൽ പെടൂല. തൻ്റെ തിന്മകൾ പരസ്യമായി ചെയ്യുന്ന ഒരു ഫാസിക്ക്, അദ്ദേഹത്തിൻ്റെയും ഇപ്പോൾ ഒരു പരസ്യമായി തെറ്റ് ചെയ്യുന്ന ഒരാളെ തെറ്റ് നമ്മൾ പറയുന്നതുകൊണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം? അയാൾ പരസ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല. ജനങ്ങളെ തൻ്റെ വിദേഹത്തിലേക്ക് ക്ഷണിക്കുന്ന പുത്തനാശയക്കാരൻ, അദ്ദേഹത്തിൻ്റെയും കുഴപ്പമില്ല. അതായത് വിദേഹത്തിലേക്ക് ക്ഷണിക്കുന്ന പുത്തനാശയക്കാരുണ്ട്, അയാൾക്ക് വിദേഹത്തുണ്ട് എന്ന് പറയുന്നത് എന്താ കുഴപ്പം? അതല്ല അയാൾ ചെയ്യുന്നത്, അത് കുഴപ്പമില്ല. മാത്രമല്ല തീർച്ചയായും തിന്മകളിൽ ഏറിയ പങ്കും മനുഷ്യൻ്റെ സംസാരത്തിലൂടെ സംഭവിക്കുന്നതാണ്. കാരണം നാവ് അതിൻ്റെ രൂപത്തിൽ വളരെ ചെറുതാണെങ്കിലും അത് വരുത്തി വെക്കുന്ന പാപം വളരെ വലുതാണ്. ഹദീസിൽ പ്രകാരം കാണാം, അൽ ബലാഉ മുവക്കലുൻ ബിൽ മൻതഖി, വിപത്തുകൾ മനുഷ്യൻ്റെ സംസാരത്തോട് ബന്ധിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ഹദീസുകളിൽ കാണാം. ഇനി ഇതിൻ്റെ വളരെ രസകരമായ വിശദീകരണങ്ങളാണ് ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ ലതായിഫുൽ ഇഷാറത്തിൽ പറയുന്നത്. ആദ്യത്തെ ആയത്തിന് ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ളളിമ വഖാനല്ലാഹു സമീഅൻ അലീമ. അതിൻ്റെ വിശദീകരണം പറയാണ്, ഖൗലുൽ മുസ്ലിമി ഫീ ളാലിമിഹി അലാ വജ്ഹി ഇദ്നി ലഹു ലൈസ ബിസൂഇ ഫിൽ ഹഖീഖ. ഒരു മുസ്ലിമിന് ഒരു ആക്രമിക്കപ്പെട്ടവന് തനിക്ക് നേരിടേണ്ടി വന്ന അക്രമത്തെക്കുറിച്ച് ളുൽമിനെ കുറിച്ചൊക്കെ പറയുക എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം തെറ്റായ കാര്യമല്ല. ലാകിന്നഹു യസിഹു വുഖൂഉൽ ലഫ്ളത്തി സൂഇ അലൈഹി, പക്ഷെ അപ്പോഴും ആ പറയുന്നതിനെ മോശം വാക്ക് തന്നെയാണ് പറയുക. ആ
വാക്ക് മാറുന്നില്ല. കഖൗലിഹി, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹ, ഒരു മോശപ്പെട്ട പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് മോശപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഒരാൾക്ക് മറുപടി കൊടുക്കുമ്പോൾ ഒരാളുടെ തിന്മ ചെയ്തു, അതിന് മറുപടി കൊടുക്കുമ്പോൾ ആ മറുപടിയും ശരിക്ക് അനുവദനീയമായിരിക്കാം ചില സാഹചര്യങ്ങൾ. പക്ഷെ എന്നാലും അതും ഒരു അക്രമത്തിനോട്, ഒരു തെറ്റിനോട് സമാനമായ വേർഡ് ഉപയോഗിച്ചിട്ട് തന്നെ അള്ളാഹ് പറഞ്ഞത്. ആ രണ്ടും അനുവദനീയാണെങ്കിൽ പോലും വൽ ജസാഉ ലൈസ ബിശയ്യ, ശരിക്ക് അതിന് മറുപടി എന്നൊരു ദോഷമല്ലല്ലോ. പക്ഷെ എന്നാലും അവിടെ സയ്യത്ത് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചത്. അതിനർത്ഥം എന്താ? അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഇതിൻ്റെ ഒരു അവസരം കിട്ടിയിട്ട് ഒരാൾക്ക് എന്തെങ്കിലും ദുൽമ പ്രവർത്തിക്കപ്പെട്ടാൽ, ഒരാളെ മുകളിൽ എന്തെങ്കിലും അക്രമം ചെയ്യപ്പെട്ടാൽ ആ അക്രമത്തിന് എതിരിടലും ആ എതിരിടുന്നതും ഒരു അനുവദനീയമാണെങ്കിൽ പോലും അതും അക്രമത്തിലേക്ക് ചേർത്തി പറയുന്ന ഒന്നാണെന്ന് അർത്ഥം. വയക്കാൽ ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. എന്താണ്? മൻ അലിമ അന്ന മൗലാഹു യസ്മ. മൻ അലിമ അന്ന മൗലാഹു യസ്മ, അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നുണ്ട് എന്ന് ഒരാൾ അറിഞ്ഞാൽ ഇസ്തഹ്യ മിൻ നുത്ഖി ബികസീർ, അള്ളാഹു നമ്മളെ കേൾക്കുന്നുണ്ട് എന്ന് ഒരാൾക്ക് ബോധമുണ്ടെങ്കിൽ ഇസ്തഹ്യ, അവൻ ലജ്ജ ഉള്ളവനായിരിക്കും. മിൻ നുത്ഖി ബികസീർ, ഒരുപാട് സംസാരിക്കുന്നതിന് തൊട്ട്. അള്ളാഹ് കേൾക്കുന്നുണ്ടെന്ന് തോന്നിയാൽ പിന്നെ ഒരുപാടും സംസാരിക്കൂല. ഇമ്മാ തദൂ നഫ്സഹു ഇലൈഹി, സ്വന്തം നഫ്സ് അവനെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് സംസാരിക്കണത് അവൻ കുറച്ച് കുറയ്ക്കും. കാരണം അള്ളാഹ് ഉണ്ടല്ലോ, ഇതിങ്ങനെ കേൾക്കണം, അള്ളാഹ് കേൾക്കുന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരാളോട് സംസാരിക്കാം, സംസാരിക്കുന്നത് നമ്മളെ വാപ്പ കേൾക്കുന്നുണ്ട് അപ്പുറത്തുനിന്ന്. നമ്മൾ എത്ര ഷോർട്ടായിരിക്കും സംസാരം. നമ്മൾ പേടിക്കുന്ന ഒരാളപ്പുറത്തുണ്ടെങ്കിൽ നമ്മൾ എത്ര ഷോർട്ടായിരിക്കും സംസാരം. അപ്പോൾ അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും നമ്മളെ സംസാരം നമ്മൾ കുറയ്ക്കും, ആവശ്യത്തിന് സംസാരിക്കും. എന്നാൽ അതിനർത്ഥം അതിലൊരു തമാശ ഉണ്ടാവില്ല, അങ്ങനെയല്ല. ഇല്ലാത്തൊരു പരിധി ഉണ്ടല്ലോ. അങ്ങനെ ഫുൾ ടൈം തമാശ, ഫുൾ ടൈം അങ്ങനെയല്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ തമാശ പറയും, ചിലപ്പോൾ നമ്മൾ കുറച്ച് ചിരിക്കും, അതിനൊന്നും കുഴപ്പമില്ല, ഒക്കെ ദീൻ അനുവദിച്ചതാണ്. പക്ഷേ നമ്മൾ കോഷ്യസ് ആവും, ഒരു ലിമിറ്റ് വെക്കും നമ്മളെല്ലാത്തിനും. മൻ അലിമ അന്ന മൗലാഹു യസ്മ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ കേൾക്കുന്നുണ്ടെന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ ഇസ്തഹ്യ മിൻ നുത്ഖി ബികസീറിൻ, ഒരുപാട് സംസാരിക്കുന്നതിൽ നമുക്ക് ലജ്ജ ഉണ്ടാവും. മിമ്മാ തദൂ നഫ്സഹു ഇലൈഹി, ഒരാളുടെ നഫ്സ് അവനെ തള്ളിയിടുന്ന വിഷയങ്ങളിൽ. അതായത് ഇപ്പോൾ നഫ്സ് ഇങ്ങനെ പറയും, അത് ചോദിക്ക്, പറയ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നഫ്സ് ഇങ്ങനെ ഉന്തി വിടുന്നുണ്ടാവും. വേണ്ട, അള്ളാഹ് കേൾക്കുന്നുണ്ടല്ലോ ഇതൊക്കെ, എന്തിനാ പിന്നെ വെറുതെ ഞാൻ ഇങ്ങനെ കുറേ പറഞ്ഞിട്ട് എന്ന് ചിന്തിക്കാൻ അവന് മനസ്സിലാവും, അവനക്ക് തോന്നലുണ്ടാവും. അതിനർത്ഥം നല്ല ആൾക്കാരോട് ഒരുപാട് പറയാൻ ഇഷ്ടപ്പെടില്ല എന്നല്ല. നല്ല ആൾക്കാരോട് പറയാൻ, ഒരുപാട് സംസാരിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്നാൽ ആക്രമിക്കപ്പെടുന്ന സമയത്തൊക്കെ നമുക്ക് തോന്നലുണ്ടല്ലോ, എനിക്ക് വിശദീകരിക്കണം, എനിക്ക് പറയണം, 2 വാക്ക് അവന് പറഞ്ഞിട്ട് തന്നെ കാര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നഫ്സ് ഇങ്ങനെ ഉന്തി വിടുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ. അതിലൊക്കെ എന്തിനാപ്പോൾ നമുക്ക് പറഞ്ഞത്, എന്തിനാപ്പോൾ ഞാൻ തെളിയിക്കണം? അള്ളാഹ് കേൾക്കുന്നില്ലേ ഈ വിഷയങ്ങളൊക്കെ, പിന്നെ ഞാൻ എന്തിനാണ് തെളിയിക്കുന്നത്? അള്ളാഹ് മതി എനിക്ക് പകരക്കാരനായിട്ട് എന്ന് ചിന്തിക്കാൻ അവന് സാധിക്കും. ഒക്കാൽ ഇങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട് മഹാന്മാർ, അൽ ജഹ്റു ബിസ്സൂഇ ഹുവ മാ തുസ്മിഉഹു നഫ്സക മിൻക, അതായത് മോശപ്പെട്ട കാര്യം വെളിവാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളെ നഫ്സ് നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങളാണത്. നേരത്തെ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതുപോലെ, അതായത് നിങ്ങളെ നഫ്സ് നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ട് നിൽക്കലും അതും യഥാർത്ഥത്തിൽ എന്ത് ചെയ്യലാണ്? മോശം വാക്കുകൾ വെളിവാക്കുന്നത് പോലെയാണ്. ഫീമ തഹദ്ദിസു ഫീ നഫ്സിക്, നിങ്ങൾ നഫ്സിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടോ? എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഉപദ്രവിച്ചു, അവൻ ഉപദ്രവിച്ചാൽ അവനെന്ത് എങ്ങനെ ചെയ്തത്, അവൻ അങ്ങനെ ചെയ്തു, ചെയ്തു, അതിന് മറുപടി കൊടുക്കണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവൻ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ നഫ്സിനോട് ഇങ്ങനെ കുശു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവുമല്ലോ. ആ പറയുന്നത് കേൾക്കുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കേൾക്കണം, അത് ഇഷ്ടപ്പെടുന്നില്ല, കേൾക്കേണ്ട, വിട്ടേക്ക്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളോട് ആരെങ്കിലും ഒന്ന് പ്രവർത്തിച്ചാൽ ഏറ്റവും നല്ല മനസ്സിലാക്കൽ എന്താ അറിയോ? അള്ളയാണ് പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കലാണ്. അള്ളയാണ് അവിടെ ഫായിൽ. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണോ എങ്കിൽ അങ്ങനെ ഒരു മനുഷ്യനില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ആളില്ല, അപ്പോൾ പിന്നെന്താ കുഴപ്പം? അല്ലാതെ നമ്മൾ ഉണ്ട്, അവരിങ്ങനെ പ്രവർത്തിച്ചു, ആ പ്രവർത്തിച്ചതിന് എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ടായി, ഞാൻ മറുപടി കൊടുക്കണം എന്നൊക്കെ ചിന്തിച്ചാൽ പിന്നെ അത് ചർച്ചയാവും. നമ്മൾ നഫ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആരോടും പറഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് ചർച്ചയാവും. ആ ചർച്ച നമ്മളെ ഭയങ്കര ബുദ്ധിമുട്ടാക്കും.
അതിലേക്ക് നമ്മൾ നോക്കരുത്. അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അള്ളാഹ് എന്തിനാ ഇഷ്ടപ്പെടാത്തത്? ശരിക്കും നമുക്ക് ദ്രോഹം ചെയ്യുന്ന കാര്യമാണ് അത്. ആ കാരണം കൊണ്ടാണ്. മുസാഅത്തിൽ ഹൽക്ക്, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട തെറ്റിൽ നിന്ന് നിങ്ങളെ നഫ്സ് നിങ്ങളോട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും കേൾക്കാൻ പോകരുത്. ഫൈനൽ ഹവാസ യുഹാസബൂൻ, കാരണം പ്രത്യേകക്കാരായ ആളുകൾ വിചാരണ ചെയ്യപ്പെടും. അലാമായ തഹദ്ദസൂന ഫി അൻഫുസിഹിം, അവരുടെ ഉള്ളിൽ അവരുടെ നഫ്സ് പറയുന്ന കാര്യങ്ങൾ പോലും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോ വിചാരണ ചെയ്യുക ഒരു നാവോട് പറയുന്നത് മാത്രം, ഓരോ ഉള്ളിലുള്ളത് വലിയ അള്ള മൈൻഡ് ചെയ്യൂല. ഉള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ടില്ല, കുഴപ്പമില്ല, പറഞ്ഞില്ലല്ലോ. അതേസമയം പ്രത്യേകക്കാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പരിശുദ്ധമായ ത്വരീഖത്തിലേക്ക് പ്രവേശിക്കാനൊക്കെ തൗഫീക്ക് നൽകിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുള്ളിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഉള്ളിലല്ല കൊണ്ടിടന്നിട്ടുള്ളൂ. അല്ല, ഉള്ളിൽ കൊണ്ടിടന്നാലും അതും വിചാരണ ചെയ്യപ്പെടും. ബിമാലായ യുതാലബു ബിഹി കസീറൻ മിനൽ അവാം ഫീമാ യസ്മഉ മിൻഹു മുന്നാസ്, ജനങ്ങളെടുത്തുനിന്ന് കേൾക്കുന്ന സാധാരണ ആയ ആൾക്കാരെടുത്തുനിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന അവരെ വിചാരണ ചെയ്യാത്ത പല വിഷയങ്ങളും പ്രത്യേകക്കാരായ ആളുകൾ വിചാരണ ചെയ്യും. സാധാ മനുഷ്യന്മാർ ഓരോ ഉള്ളിലെ ഹൃദയത്തിലെ ഇതൊക്കെ വെച്ചിട്ടുള്ളൂ, ബാഹ്യമായി പറഞ്ഞിട്ടില്ല. എന്നാൽ അവർ വിചാരണ ചെയ്യൂല. എന്നാൽ പ്രത്യേകക്കാരായ ആൾക്കാർക്ക് പ്രത്യേക വിചാരണ ഉണ്ടാവും. കാരണം പ്രത്യേക തൗഫീഖ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, മറ്റവരെ പോലെ അല്ല. ഒരു സാധാരണ ഒരു മുസ്ലിമായ മനുഷ്യനെ വിചാരണ ചെയ്യുന്ന പോലെയല്ല തിജാനിനെ വിചാരണ ചെയ്യുക. എന്തുകൊണ്ടാണ്? അവൻ അള്ളാഹു കൂടുതൽ തൗഫീഖ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് അവൻ നന്ദി ചെയ്യണ്ടേ? അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഇല്ലാമൻ ദുലിം, ആക്രമിക്കപ്പെട്ടവൻ ഒഴികെ എന്ന് പറഞ്ഞില്ലേ? കയ്യില പറയപ്പെട്ടിട്ടുണ്ട് വലാമൻ ദുലിം, അതായത് അതിനൊരു വ്യാഖ്യാനം കൊടുത്ത ഒരു മഹാൻ പറഞ്ഞതാണ് കയ്യില വലാമൻ ദുലിം, നിങ്ങളോട് ദുൽമ് ചെയ്താൽ പോലും നിങ്ങൾ പറയരുത്. അതാണ് അതിൻ്റെ വ്യാഖ്യാനം. അത് നിങ്ങളെ രഹസ്യത്തെ മറ്റുള്ളവരുടെ മോശം കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അനുവദനീയമാണ്, നിങ്ങളോട് ദുൽമ് ചെയ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞല്ലോ. ഇവിടെ അതിന് വേറെ വ്യാഖ്യാനം കൊടുത്തത് നിങ്ങൾ ദുൽമ് ചെയ്യപ്പെട്ടാൽ പോലും നിങ്ങൾ പറയരുത്. അതാണ് അതിൻ്റെ വ്യാഖ്യാനം. അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതാണ് എന്നൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. കയ്യിലമാനാവും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം ഇതാണെന്നും ഒരു മഹാൻ പറഞ്ഞു. എന്താണത്? ലാക്കിൻ മൻ ദുലിമ ഫലഹു അൻ യദ്കുറ ളാലിംഹു ബിസൂ. അതായത് നമ്മൾ നേരത്തെ വായിച്ച വ്യാഖ്യാനം എന്താണത്? ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ ആക്രമിക്കപ്പെട്ട ആക്രമത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ അനുവാദമുണ്ട് എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം. വയുക്കാൽ, ഇങ്ങനെ വേറെ വ്യാഖ്യാനമുണ്ട്. എന്താണ്? മൻ ലം യുസിർ മദ്ഹൽ ഹഖ് അലൽ മദ്ഹ് ഫിൽ ഖൽഖ്, അലൽ ഖദ്ഹി ഫിൽ ഖൽഖ്, ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് പകരമായി ഹക്കിനെ പ്രകീർത്തിക്കുന്നത് ആരെങ്കിലും തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ ഫഹുവൽ മഅബൂനു ഫിൽ ഹാൽ, അവന് ആത്മീയമായ ഹാലുകളൊക്കെ നഷ്ടപ്പെടുന്നവനായിരിക്കും. അതായത് നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. നമ്മൾ മുമ്പിൽ ജനങ്ങളെ വേണമെങ്കിൽ കുറ്റപ്പെടുത്താം. ഒരു പ്രത്യേക സാഹചര്യം വന്നു, നമ്മളാളുകൾ ബുദ്ധിമുട്ടാക്കി ഉപദ്രവിച്ചു. അപ്പോൾ വേണമെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്തു, ഇവൻ ചെയ്തു, ആ പ്രയാസം എനിക്കുണ്ടായി, ഇങ്ങനെ സംഭവിച്ചു, എന്തിനാണ് അവൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റി ഇങ്ങനെ കുറ്റപ്പെടുത്തി നമുക്ക് പറയാം. സൃഷ്ടിനെ പറ്റി കുറ്റപ്പെടുത്തി പറയാം. അതൊരു ഭാഗത്ത് നമ്മൾ ചെയ്യാവുന്നതാണ്. എന്നാൽ അതിന് പകരമായി അതിന് പകരം ഇതൊക്കെ അള്ളാഹ് എന്നോട് പ്രവർത്തിച്ചായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഹക്കിൻ്റെ പ്രവർത്തനമാണിത്, ഞാൻ അള്ളാഹിനെ സ്തുതിക്കുകയാണ്, ഇതിലൊക്കെ അള്ളാഹു എനിക്ക് എന്തൊക്കെയോ മെസ്സേജുകൾ തരുന്നുണ്ട്, കൂടുതൽ അവനിലേക്ക് എന്നെ അടുപ്പിക്കാനാണ് ഉദ്ദേശം, നല്ല കാര്യങ്ങൾ അടുപ്പിക്കാനാണ് ഉദ്ദേശം. എൻ്റെ ഹൃദയത്തിനുള്ളിലുള്ള മോശങ്ങളാണ് അവനിതിലൂടെ കാണിച്ചു തരുന്നത്. അവന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെ അവനുമായി തനിച്ചാക്കാനാണ്, അവനിലേക്ക് അടുപ്പിക്കാനാണ്. തവക്കുലും വറവും സുഹദും ഒക്കെ എനിക്ക് ഇട്ട് തരാനാണ്, അവനോടുള്ള മഹബത്ത് എനിക്ക് വർദ്ധിപ്പിച്ച് തരാനാണ്. ഇതൊക്കെയാണ് അവൻ്റെ ഈ ഒരു പ്രവർത്തനം കൊണ്ടുള്ള ഉദ്ദേശം എന്ന് മനസ്സിലാക്കി അള്ളാഹിലേക്ക് മടങ്ങുന്നത് മറ്റൊരു ചോയ്സാണ്. ഇതിലാരെങ്കിലും ഈ രണ്ടാമത്തെ ചോയ്സ് എടുത്തിട്ടില്ല എങ്കിൽ അവന് പിന്നെ ആത്മീയമായ ഹാലുകളൊക്കെ എനിക്ക് കിട്ടുന്നില്ല എന്ന കംപ്ലൈൻറ്റ് ഉണ്ടാവരുത്. ഉണ്ടല്ലോ, ഞാനിങ്ങനെ കുറേ പോയിട്ട് എനിക്ക് ആത്മീയമായി കൊണ്ട് മുന്നേറാൻ പറ്റണില്ല, എനിക്കിങ്ങനെ എന്താ പറയുക, മാരിഫത്തുള്ളൊരു മുന്നേറ്റം കിട്ടണില്ല. മാരിഫത്തിൽ മുന്നേറ്റം കിട്ടുന്നില്ല എന്ന് പറയുന്നത്
എൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം എന്തായിരിക്കും? ആ ചെങ്ങ എന്നോട് ഇത് ഇങ്ങനെ ചെയ്തു, അവനിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇവനങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ആത്മീയമായ മുന്നേറ്റം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. എങ്ങനെ മുന്നേറ്റം കിട്ടും? നമ്മൾ സൃഷ്ടിനെ കുറ്റപ്പെടുത്തുന്നതിനെയല്ലേ സൃഷ്ടാവിനെ പ്രകീർത്തിക്കുന്നതിനേക്കാളും നമ്മൾ പ്രാധാന്യം നൽകിയത്? അവരിങ്ങനെ ഇവരിങ്ങനെ എന്ന് പറഞ്ഞ കാര്യങ്ങളല്ലേ സൃഷ്ടാവിനെ പ്രകീർത്തിക്കുന്നതിനേക്കാൾ നമ്മൾ പ്രാധാന്യം നൽകിയത്? അങ്ങനെ പ്രാധാന്യം നൽകുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ആത്മീയമായി മുന്നേറുക? എങ്ങനെ? നമുക്ക് ചോയ്സ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒന്നും മുന്നേറാടങ്ങ് നിൽക്കാം. ഇതൊക്കെ പറഞ്ഞിട്ട് സംഭവം ശരി തന്നെയാണ്, അനുവദനീയമാണ് പറയാൻ. പക്ഷെ ആത്മീയമായി മുന്നേറണോ, ആത്മീയമായ ഹാലുകൾ നമ്മൾ പിടികൂടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ആ പരിപാടി ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നത്, ഹക്കിനെ പ്രകീർത്തിക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതാണ് ഇതിൻ്റെ അർത്ഥം എന്നൊരു മഹാൻ വിശദീകരിക്കാൻ. വയുക്കാൽ ഇതിൽ ഓരോ ലൈനുണ്ടല്ലോ, നമുക്കൊരു ദർസം മൊത്തം എടുക്കാനുള്ളതുണ്ട്. പിന്നെ പെട്ടെന്ന് പറഞ്ഞു പോകും. അതിങ്ങനെ എനിക്ക് കുറേ അതിൽ പറയാനുണ്ട്, പക്ഷേ ഉണ്ടല്ലോ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുപോലെ നമ്മുടെ അടുത്തയിലേക്ക്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, എന്ന് മുന്നോട്ട് പോകണ്ടേ. വയുക്കാൽ ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? മൻ ത്വാലഅൽ ഖൽഖ ബിഐനിൽ ഇളാഫത്തി ഇലൽ ഹഖ്. മൻ ത്വാലഅൽ ഖൽഖ, സൃഷ്ടികളെ ഒരാൾ കണ്ടാൽ, ബിഐനിൽ ഇളാഫത്തി ഇലൽ ഹഖ്, ഹക്കിലേക്ക് ചേർത്തിക്കൊണ്ട് അവരെ കണ്ടാൽ. അതായത് സൃഷ്ടികൾ അവർ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നില്ല, സൃഷ്ടികൾ അവർ കാണുന്നത് ഹക്കിലേക്ക് ചേർത്തിക്കൊണ്ട്, ഹക്ക് വെളിവാകുന്ന മദഹറായിട്ടാണ് അവരെ കാണുന്നത്. അവരിലൂടെ ഹക്ക് വെളിവാകുന്നതായിട്ടും ഹക്കിൻ്റെ അടിമകളായിട്ടും ഹക്കിന് ഇഷ്ടപ്പെട്ടവരായിട്ടും ഹക്കിൻ്റെ സൃഷ്ടികളായിട്ടും ഒക്കെയാണ് അവർ കാണുന്നത്. ഹക്കിലേക്കൊക്കെ ചേർത്തിട്ടാണ് അടിമകൾ അവർ കാണുന്നത് എങ്കിൽ ബിഅന്നഹും അബീദുല്ലാ, അവരൊക്കെ അള്ളാഹിൻ്റെ അടിമകളാണ് എന്ന രീതിയിലാണ് അവൻ കാണുന്നതെങ്കിൽ ലം യബ്സുത് ഫീഹിം ലിസാനൽ ലൗം, അവനൊരിക്കലും ആ സൃഷ്ടികളിലേക്ക് അവൻ്റെ നാവിൻ്റെ കെട്ടയച്ചിടൂല. നമ്മൾ നാവിൻ്റെ കെട്ടയച്ചിടുന്നത് എപ്പോഴാണ്? ഈ സൃഷ്ടികൾ സെപ്പറേറ്റ്, സൃഷ്ടാവ് സെപ്പറേറ്റ്, ഇവർ അത് ചെയ്തു, ഇവരിങ്ങനെ അവരിങ്ങനെ അള്ള ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്തുമ്പോഴാണ്. അതേസമയം ഒരാൾ സൃഷ്ടിനെ അള്ളാഹുവിലേക്ക് ഹക്കിലേക്ക് ചേർത്തി വെച്ചിട്ടാണ് വായിക്കുന്നത്. സൃഷ്ടിയിലൂടെ ഹക്കിൻ്റെ പ്രവർത്തനത്തിനെ അവൻ കാണുന്നത്, സൃഷ്ടിനെ ഹക്കിൻ്റെ അടിമയായിട്ടാണ് അവൻ വീക്ഷിക്കുന്നത് എങ്കിൽ എന്താ സംഭവിക്കുക? അവനൊരിക്കലും അവൻ്റെ നാവിന് കയറൂരി വിടൂല ആ സൃഷ്ടിക്കെതിരെ പറയാൻ. ഹക്കിനെതിരെ പ്രവർത്തിക്കുന്നത് കണ്ടാൽ ആ പ്രവർത്തനത്തിന് ആണല്ലോ നമ്മൾ, അത് ഈ പരിധിയിൽ വരില്ലല്ലോ. നമ്മളിത് പറയുന്നത് എന്തിനെ പറ്റിയാ? ഒരാളെ നമ്മൾ അവരുടെ കുറ്റം കുറ്റപ്പെടുത്തുമ്പോൾ, അവർ മോശമാണെന്ന് പറയുമ്പോൾ, അങ്ങനെയൊക്കെയാണ്. ഹക്കിനെതിരെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? നേരത്തെ ബിദഅത്തുകാരെ പറ്റി പറഞ്ഞ പോലെ ബിദഅത്തുകാരെ പറ്റി പറയൽ അനുവദനീയമാണല്ലോ. അത് കാരണം അവർ ഹക്കിൽ മായം ചേർത്തിയവരാണല്ലോ, ആ കാരണം കൊണ്ടല്ലേ. അപ്പോൾ ഹക്കിനെതിരെ പ്രവർത്തിക്കുന്ന മോശപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ബിദഅത്തുകാരെയും ഫാസിഖീങ്ങളെയും ഒക്കെ പറയാൻ പറ്റുന്ന പോലെ നമുക്ക് അവരെ കുറിച്ചും പറയാം. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ ആസ് എ പേഴ്സണല്ല നമ്മളെ പ്രശ്നം. അങ്ങനെയാവരുത്. നമ്മൾ ബിദഅത്ത് വിമർശിക്കുമ്പോഴും പലപ്പോഴും വ്യക്തിപരമാവാറുണ്ട്. ഒരു ഫാസിക്കിനെ വിമർശിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വ്യക്തിപരമാവാറുണ്ട്. അങ്ങനെ ആവരുത്. നമ്മൾ അവരിലെ ആ ഒരു പ്രവർത്തനത്തെയാണ് പ്രശ്നമാക്കുന്നത്. ബിദഅത്തുകാരനല്ല, ബിദഅത്താണ് നമ്മൾ പ്രശ്നം, അല്ലാതെ ആ ബിദഅത്തുകാരനല്ല. ഫാസിക്കിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ഫാസിക്കുന്ന സ്വഭാവമാണ് പ്രശ്നം, അല്ലാതെ അദ്ദേഹമല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്വഭാവത്തെ, അതിൻ്റെ പ്രത്യേകത എന്താ? അവർ ആ സ്വഭാവം ഉപേക്ഷിച്ച് വന്നാൽ നമുക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹത്തിനേക്കാൾ കൂടുതൽ അവരോട് നമുക്ക് സ്നേഹം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവണം. ഇവിടെ ഹൽക്കിൻ്റെ സൃഷ്ടി നമ്മൾ കാണുക, ആ മനുഷ്യൻ കാണുക എങ്ങനെയാണ്? സൃഷ്ടാവിലേക്ക് ചേർത്തിക്കൊണ്ടാണ് കാണുക. സൃഷ്ടാവിൻ്റെ അടിമകളാണ് അവരെന്നാണ് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരാൾ മനസ്സിലാക്കിയാൽ ഒരിക്കലും അവൻ്റെ നാവിൻ്റെ കെട്ടയച്ചു വിടൂല അത് അവർക്കെതിരെ പറയാൻ. കാരണം ഇത് അള്ളാൻ്റെ അടിമകളെ പറ്റിയല്ല പറയണത് എന്നവൻ എപ്പോഴും ചിന്തിക്കും. യഖൂലു റജുലു സാഹിബി, ഒരു മനുഷ്യൻ അവൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അന അഹ്തമിൽ മിൻ ഹിദ്മതി കലക മാ ലാ അഹ്തമിലുഹു മിൻ വലദി. നിങ്ങളെ അടിമൻ്റെ അടുത്തുനിന്ന് ഞാൻ
താങ്ങുന്ന കാര്യങ്ങൾ എൻ്റെ മകൻ്റെ അടുത്ത് നിന്ന് പോലും താങ്ങലില്ല. അത് അദ്ദേഹത്തെ മൂപ്പരടിമല്ലേ എന്ന് വിചാരിച്ചിട്ട്. അതായത് മക്കളെടുത്ത് താങ്ങണല്ലേ അങ്ങേയറ്റത്തെ ഇത് മോനല്ലേ എന്ന് വിചാരിച്ച് പരമാവധി അവർ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ നമ്മൾ തയ്യാറാവും. എന്നാൽ ചില ആളുകൾ ഇത് അദ്ദേഹത്തിൻ്റെ അടിമയാണെന്ന് കരുതിയിട്ട് അവർക്ക് നമ്മൾ മക്കളോട് ചെയ്യുന്ന വിട്ടുവീഴ്ചയേക്കാൾ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യാം. കാരണം ഇത് അവരും ആളാണല്ലോ എന്ന് കരുതിയിട്ട്. അതുപോലെ അങ്ങനെ നമ്മൾ ദുനിയാവിൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ വീട്ടിലൊരു വേലക്കാരനെ ഏൽപ്പിച്ചു പോയി. ആ വേലക്കാരനാണ് ഭയങ്കര ദുൽമുണ്ടാക്കുന്ന ആളാണ്. അങ്ങനെ ദുൽമുണ്ടാക്കുന്ന ആളാണെങ്കിൽ പോലും നമ്മളെ ഇഷ്ടപ്പെട്ട ആളാണല്ലോ ഏൽപ്പിച്ചു പോയത്. അതുകൊണ്ട് ആ ദുൽമ എങ്ങനെയെങ്കിലും സഹിക്കാൻ നമ്മൾ വിചാരിക്കുമല്ലോ. ആ ഒരു സംഭവം അവിടെ നിന്നിട്ട് ശൈഖ് അവറുകൾ അതിനെ യോജിപ്പിക്കുന്ന ഒരു ഭാഗം നോക്കൂട്ടോ. ഫൈദാ കാന മിസ്ലു ഹാദ മൗഹൂദൻ ബൈനൽ ഖൽഖി, സൃഷ്ടികൾക്കിടയിൽ ഈ സംഭവം ശരിയാണെങ്കിൽ ഫൽ അബ്ദു ബിൽ മുറാഅത്തി ഹാദൽ അദബി ബൈനഹു വ ബൈന മൗലാ, അവനും അവൻ്റെ റബ്ബിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യം അവനും സൂക്ഷിക്കേണ്ട ഔല ഏറ്റവും പ്രധാനമായിട്ട്. ഓൻ്റെ സുഹൃത്തിൻ്റെ അടിമനോട് അവൻ ഇങ്ങനെ പെരുമാറണമെങ്കിൽ, സുഹൃത്തിൻ്റെ അടിമൻ്റെ ബുദ്ധിമുട്ടുകൾ അവൻ താങ്ങാൻ, സുഹൃത്തിനോടുള്ള സ്നേഹം കൊണ്ട് താങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ അടിമകളെ അല്ലേ ആദ്യം നമ്മളങ്ങനെ കാണേണ്ടത്. കാരണം അള്ളാഹിനോടല്ലേ കൂടുതൽ നമുക്ക് ഈ ഒരു കാര്യം മാച്ചാവുക. അള്ളാഹിൻ്റെ അടിമകളെ നമുക്ക് എങ്ങനെയാണ് അതുകൊണ്ട് ഉപദ്രവിക്കാൻ പറ്റുക? അള്ളാഹിൻ്റെ അടിമകളെ എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ പറ്റുക? അത് അള്ളാഹിൻ്റെ അടിമല്ലേ, നമുക്ക് അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തൂടെ? അള്ളാഹിൻ്റെ അടിമ അങ്ങനെ ചെയ്തു, കുഴപ്പമില്ല. എൻ്റെ റബ്ബിൻ്റെ അടിമയാണല്ലോ, കുഴപ്പമില്ല, അവരങ്ങനെ ചെയ്തോട്ടെ, കുഴപ്പമില്ല, അവരിങ്ങനെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, എൻ്റെ റബ്ബിൻ്റെ അടിമയല്ലേ എന്ന് ചിന്തിക്കാമല്ലോ. എത്ര എളുപ്പമാണ് നമുക്കത്. എന്താണ് അവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതെന്ന്? എന്താ അവിടെ നമ്മളെ റബ്ബിനെ കാണാൻ പറ്റാത്തത് എങ്ങനെയാണ്? വയുക്കാൽ ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് മറ്റൊരു അഭിപ്രായം, ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂഇ മിനൽ ഖൗലി മിനൽ അവാം, സാധാരണക്കാരുടെ ഇടയിലാണ് അവരുടെ മോശപ്പെട്ട വാക്കുകൾ പറയുന്നത് അനുവാദമില്ല എന്ന് പറഞ്ഞത്. എന്നാൽ വലാ യുഹിബ്ബു ദാലിക ബിൽ ഖുദൂരിഹി മിനൽ ഹവാസ്, എന്നാൽ പ്രത്യേകക്കാരുടെ കാര്യത്തിൽ അവരെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റൂല. നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണത്. വയുക്കാൽ ഇങ്ങനെ അഭിപ്രായമുണ്ട്. എന്താണ് അഭിപ്രായം? അൽ ജഹറു ബിസൂഇ മിൻ ഖൗലി മിനൽ അവാം, അതായത് സാധാരണക്കാരിടയിൽ മോശപ്പെട്ട വാക്ക് പറയാന്നുള്ളത് അൻ യഖൂലു ഫി സിഫത്തില്ല, അള്ളാഹിൻ്റെ സിഫത്തിനെ കുറിച്ച് പറയലാണ്. മല്ലാം യരിദ് ബിഹി ഇദ്നു വ തൗഫീഖ്, അവർക്ക് സമ്മതമില്ലാത്തതോ അവർക്ക് അനുഭവിക്കാത്തതോ ആയ കാര്യങ്ങൾ അള്ളാഹിനെ പറ്റി അവർ പറയലാണ്. അത് അവർ അനുവദനീയമല്ല. വൽ ജഹറു ബിസ്സൂഇ മിനൽ ഖൗലി ഫി സിഫത്തിൽ ഖൽഖ്, അപ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട മോശപ്പെട്ട കാര്യങ്ങൾ പറയാന്ന് ഒളിവാക്കാന്ന് പറഞ്ഞാൽ എന്താ? അന്തക്കൂൽ മാ വറദ ശറഉ ബി മനാബി മിൻഹു, പരിശുദ്ധമായ ശരീഅത്ത് അവർക്ക് വിരോധിച്ച കാര്യങ്ങൾ പറയലാണ്. വതഖൂലു ഫി സിഫത്തിൽ ഹഖി മൻ ലാ യത്തസിഫു ബിഹി ഫഇന്നക തകൂനു ബിഹി ഫീഹി കാദിബൻ, ഏതെങ്കിലും ഒരാൾ അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരു സിഫത്തിനെ അവൻ വിശദീകരിക്കുകയാണ്, അവൻ അതിനെപ്പറ്റി അറിയില്ല, അനുഭവിച്ചിട്ടില്ല, ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ അവൻ എന്തായിത്തീരും? കളവ് പറഞ്ഞവനായിത്തീരും. കാരണം അവന് ശരിക്കുള്ള കാര്യമല്ല പറയുന്നത് ആ കാരണം കൊണ്ട്. വഫി സിഫത്തിൽ ഖൽഖി, ഇനി ജനങ്ങളുടെ വിശേഷണങ്ങളാണെങ്കിലോ അനിൽ ഹവാസ്, പ്രത്യേകിച്ചും പ്രത്യേകക്കാരായ ആളുകളുടെ വിശേഷണത്തിൽ പ്രത്യേകിച്ചും ത്വരീഖത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ വിശേഷണങ്ങളാണെങ്കിലോ മത്തസഫു ബിഹി മിനൻ നുഖ്സാൻ ഇൻ കുന്തു ഫീഹി സ്വാദിഖൻ, അങ്ങനെ സാധാരണ ജനങ്ങളെക്കുറിച്ച് സൃഷ്ടികളെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ അതും ഒരു കുറവാണ്, അതും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്, അത് പറയുന്ന കാര്യം സത്യമാണെങ്കിൽ പോലും. ഖൗലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാന അല്ലാഹു സമീഅൻ അലീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണെന്ന് പറയുന്നത്. സമീഅൻ ലി അഖ്വാലിക്കും, നിങ്ങളുടെ എല്ലാ വാക്കുകളും അവൻ കേൾക്കുന്നവനാണ്. അലീമൻ ബി ഉയൂബിക്കും, നിങ്ങളെല്ലാ കുറവുകളും അവൻ അറിയുന്നവനാണ്. ഇത് എത്ര സൂക്ഷ്മമായ കാര്യം നോക്കൂ. നിങ്ങളിപ്പോൾ മറ്റൊരാളെ പറ്റി പറയുകയാണല്ലേ, ഓക്കെ, സംഭവമല്ല, ഞാൻ അനുഭവിച്ച് തന്നിട്ടുണ്ട്, ഓർക്കുന്നത് നന്ന്, നിങ്ങൾ പറയണമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ പറയണ എല്ലാം ശരി, നല്ല ആളാണ് നിങ്ങളെന്നൊക്കെ തോന്നുന്നു. അലീമമ്പ ഒയോബിക്കും, നിങ്ങളെല്ലാ കുറവുകളും എനിക്കറിയാം കേട്ടോ, നിങ്ങൾ നല്ല ആൾ ചമച്ചിട്ടാണല്ലോ മറ്റേ ആൾ കുറ്റപ്പെടുത്തുന്നത്,
നന്നായിട്ട് ഓർത്തോളൂ. അലീമം ബി ഒയൂബിക്കും, നിങ്ങളെല്ലാ കുറവുകളും എനിക്കറിയാട്ടോ. ലാ തഖൂലു ലിഅയാരി മാ തഅലമൂന അന്നക്കും ബി മസാബത്തിഹിം, നിങ്ങൾ മറ്റുള്ളവരെ പറ്റി കുറ്റപ്പെടുത്തണ്ട. നിങ്ങൾ അവരെക്കാൾ മോശപ്പെട്ടവരാണെന്ന് നിങ്ങൾക്കും എനിക്കറിയാം എന്ന നിലക്ക്. അതായത് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നിൽക്കുകയാണല്ലേ. ഓഹോ, അപ്പം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അവരെക്കാൾ മോശമാണെന്ന്, എനിക്കും അറിയാം നിങ്ങൾ അതിനേക്കാൾ മോശമാണെന്ന്. പിന്നെ എന്തിനാ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നത്? എനിക്ക് നിങ്ങളെ കാര്യങ്ങളൊക്കെ അറിയണമല്ലേ. അപ്പോൾ നിങ്ങൾ അതിൽ അവർക്ക് പുറത്തു കൊടുക്കുന്നതല്ലേ നല്ലത്? അതല്ലേ നിങ്ങൾക്ക് കൂടുതൽ ഉചിതം? വയക്കാൽ, ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്, സമീയൻ ലിയ കവാലിക്കും, നിങ്ങളെ വാക്കുകൾ അവൻ കേൾക്കുന്നവനാണ്. അലീമൻ, അവനറിയാം. ബിബറാഅത്തി സാഹത്തി അൻ തഖവ്വൽതും അലൈഹി, നിങ്ങൾ ആരെക്കുറിച്ചാണോ കുറ്റപ്പെടുത്തുന്നത് അവൻ നിരപരാധിയാണെന്ന് അവനറിയാം. സമീയാൻ അലീമൻ എന്നൊക്കെ അള്ള പറഞ്ഞപ്പോൾ നമ്മൾ ആരെങ്കിലും പറ്റി കുറ്റപ്പെടുത്താണ്, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ പറ്റി കുറ്റപ്പെടുത്താണ്, നമ്മൾക്ക് എന്തിനാ ടെൻഷൻ? കാരണം അവന് അവരുടെ വാക്കുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. മാത്രമല്ല നമ്മളെ നിരപരാധിത്വം അവനെ അറിയുകയും ചെയ്യാലോ. എന്താ കുഴപ്പം? ഫയക്കൂനു ഫീഹി തഹദീലുൻ ലിഖായിൽ, ഇത് പറയുന്ന കുറ്റപ്പെടുത്തുന്നവനൊരു വാണിംഗ് ഉണ്ട്. എന്താണത്? ലിബരി അസാഹത്തി ഇമായ തഖവ്വലു അലൈഹി, അള്ളാഹുവിനെ അറിയാം നിങ്ങൾ പറയണൊക്കെ തെറ്റാന്നുള്ളത് അള്ളാഹിനെ അറിയാന്നുള്ളത് ഒരു വാണിംഗ് ആണ്. അപ്പം വേറെ ആൾ നമ്മളെ പറ്റിയല്ല, നമ്മൾ വേറെ ആളെ പറ്റി കുറ്റം പറയാണ്, അത് ശരിക്കും ഇല്ലാത്താന്ന് കരുതുക. നമ്മൾ വെരിഫൈ ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾ തോന്നിയ പോലെ അങ്ങോട്ട് പറഞ്ഞു, അവ ശരിക്കില്ലാത്താണ്. അപ്പോൾ അള്ളാഹു പറയാ സമീയൻ അലീമൻ, അല്ല പറയാ ഞാൻ അറിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട അതൊന്നും ഇല്ലാത്തങ്ങ് പറഞ്ഞങ്ങ് പോവാന്ന് വിചാരിക്കേണ്ട, അതൊക്കെ ഞാനറിയും. വയുക്കാൽ, ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. സമീയൻ എന്ന് പറഞ്ഞാൽ അയ്യുഹല്ലാലിം, ദുൽമ ചെയ്യുന്നവനെ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ, അതായത് കുറ്റപ്പെടുത്തുന്നവനെ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ എന്നുള്ള പേടിപ്പിക്കുകയാണ്. അലീമൻ, അതുപോലെ അതിനർത്ഥം അലീമൻ എല്ലാം അറിയുന്നവനാണെന്നാണ് അർത്ഥം. എന്താ? അയ്യുഹൽ മദ്ലൂം, ആരാണോ ആക്രമിക്കപ്പെട്ടത് ഓനോട് പറയാണ്, മോനെ സാരാക്കണ്ട, അതൊക്കെ ഞാനറിയും, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറയാനാണ്. തഹദീദുൻ ലിഹാഉലാ വ തബ്ശീറുൻ ലിഹാഉലാ, തഹദീദുൻ ലിഹാഉലാ, ഒരു കൂട്ടർക്ക് അക്രമം ചെയ്യുന്നവർക്കൊരു തഹദീദായിട്ട്, ഒരു വാണിംഗ് ആയിട്ടും, തബ്ശീറുൻ ലിഹാഉലാ, അക്രമികളായ ആളുകൾക്ക് ഒരു സന്തോഷ വാർത്തയായിട്ട്. അപ്പോൾ നിങ്ങൾ കാര്യമായൊന്നും പറയണ്ട, അതൊക്കെ ഞാനറിയും, ഞാൻ കേൾക്കും, ഡോൺ വെറി എന്നാണ് അള്ളാഹ് പറയുന്നത്. ഖാനല്ലാഹു സമീഅൻ അലീമ. ഇനി അടുത്ത ആയത്തിന് ഉശൈരി ഇമാമ് വിശദീകരിക്കുകയാണ്. ഇൻ തുബ്ദു ഖൈറൻ ഔ തുഖ്ഫൂഹു ഔ തഅഫു അൻ സൂഇൻ ഫഇന്നല്ലാഹ കാന അഫൂവൻ ഖദീറ. ഇൻ തുബ്ദു ഖൈറൻ, നിങ്ങൾ വെളിവാക്കിയാൽ, നന്മ വെളിവാക്കിയാൽ, അതിൻ്റെ അർത്ഥം എന്താ? തഹല്ലുകൻ ബിആദാബി ശരീഅ, അതായത് ശരീഅത്തിൻ്റെ ആദാബുകൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ നന്മ വെളിവാക്കിയാൽ. ഇപ്പോൾ ശരീഅത്ത് പറഞ്ഞതനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾ ബാഹ്യമായി നിസ്കരിക്കാൻ 5 വക്ത് നിസ്കാരത്തിന് പോകേണ്ടി വരും, വലീഫ ചെല്ലേണ്ടി വരും, ഹൈലലൊക്കെ പങ്കെടുക്കേണ്ടി വരും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ആളുകളെ മുമ്പിൽ കാണിച്ച് ചെയ്യേണ്ടി വരും. അത് ശരീഅത്ത് നമ്മളോട് പറയുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങളൊരു നന്മ കാണിച്ചാൽ, തഖ്ഫൂ, എന്നെങ്കിലും നിങ്ങൾ മറച്ചു വെച്ചാൽ, തഹഖുഖൻ ലി അഹ്കാമിൽ ഹഖീഖത്തിൻ്റെ വിധികൾക്കനുസരിച്ച് നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്താൽ, അത് ഹഖീഖത്ത് നമ്മുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നത് എന്താ? നമ്മളെല്ലാം അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യാമെന്നല്ല, അള്ളാഹിനെ കാണിക്കാനുള്ളതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഒരാളിപ്പോൾ കണ്ടിട്ടില്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഒരാൾ നമ്മൾ എന്തെങ്കിലും കൊടുത്തു, ആരും അറിഞ്ഞിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, എന്താ അള്ളാഹ് അറിയുന്നുണ്ടല്ലോ ഇതൊക്കെ. അപ്പോൾ ശരീഅത്ത് നമ്മോട് വെളിവാക്കാൻ പറയുന്നത് വെളിവാക്കുന്നുണ്ട് കുഴപ്പം ഉണ്ടാവരുത്. എന്നാൽ വെളിവായിട്ടില്ല എന്ന് കരുതിയിട്ട് നമുക്ക് സങ്കടവും വേണ്ട, കാരണം അള്ളാഹൊക്കെ അറിയുന്നുണ്ടല്ലോ. അതുപോലെ തൗഫു അൻസു, ഒരു തെറ്റായ നിങ്ങളെ മുകളിലൊരു തെറ്റ് ചെയ്യപ്പെട്ടിട്ട് അത് നിങ്ങൾ പുറത്തു കൊടുത്താൽ, അഹദൻ മിനല്ലാഹി മാ നദബക്കും ഇലൈഹി, അള്ളാഹു നിങ്ങളോട്
പ്രോത്സാഹനം നൽകിയതനുസരിച്ച് നിങ്ങൾ അവർക്ക് പുറത്തു കൊടുത്താൽ, അപ്പോൾ അള്ളാഹു നമുക്ക് മറ്റുള്ളവരെ കുറ്റം, മറ്റൊരാൾ അക്രമം നമുക്ക് ചെയ്താലും നമുക്കത് പറയാൻ അനുവാദം തന്നിട്ടുണ്ടെങ്കിലും അള്ളാഹ് പ്രോത്സാഹിപ്പിച്ചത് പുറത്തു കൊടുക്കാനാണ്. അപ്പോൾ ആ പുറത്തു കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മൾ പുറത്തു കൊടുത്താൽ എങ്ങനെയായിട്ട് മിൻ മഹാസിനിൽ ഹുൽക്ക്, ഒരു നല്ല സ്വഭാവമായിട്ട്, സൽസ്വഭാവമായിട്ട്, ഫൈൻ അള്ളാഹു ഖാൻ അഫുവൻ, അങ്ങനെയാണ് അള്ളാഹു താല അഫുവാണ്, പുറത്ത് നൽകുന്ന അല്ല വിട്ടുവീഴ്ച ചെയ്യുന്നതാണ്. ലി ഉയൂബിക്കും, നിങ്ങളുടെ കുറവുകളെ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ കുറവിന് അള്ളാഹു പുറത്തു തരും. ഖദീറൻ, അള്ളാഹു കഴിവുള്ളവനാണ്. അൻ തഹ്സീല മഹബൂബിക്കും, നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിത്തരാൻ, നിങ്ങൾ നേടുന്ന അവസ്ഥയിലേക്ക് ഉയർത്താൻ. തഹ്ഖീഖ മത്ലൂബിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ സാക്ഷാത്കരിക്കാൻ, അതിന് വേണ്ട വഴിയൊരുക്കി തരാൻ അള്ളാഹു കഴിവുള്ളവനാണ്. യുക്കാൽ, പിന്നെ ഇതിന് ഇങ്ങനെ വ്യാഖ്യാനമുണ്ട്. എന്താണ്? ഇൻ തുബുദു ഖൈറൻ, നിങ്ങളൊരു നന്മ വെളിവാക്കിയാൽ, ലി തക്കൂനു ലിന്നാസ് കുദുവത്തുൻ, എങ്ങനെയാണ് നന്മ വെളിവാക്കുന്നത്? ജനങ്ങൾ മുമ്പിൽ ഒരു മാതൃകയായിട്ട്. ഇപ്പോൾ ഒരു നേതാവ്, ഒരു സമൂഹത്തിലെ നേതാവ്, ഒരു ഇമാമ്, ഇപ്പോൾ ഒരു ജമാഅത്തിലെ മുഖദ്ദം, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, കുറച്ച് നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ, ഒരു കൂട്ടമുള്ള ആളുകളൊക്കെ നേതാവ്, ഒരു വീട്ടിലെ വീട്ടുടമസ്ഥൻ, ഒരു നാട്ടിലെ കാര്യസ്ഥൻ, അങ്ങനെ തുടങ്ങിയ ആൾക്കാരുണ്ടാവുമല്ലോ. ആ ആളുകൾ ചിലപ്പോൾ ഹൈർ വെളിവാക്കേണ്ടി വരും. അപ്പോൾ അവരിപ്പോൾ എന്തെങ്കിലും കൊടുത്താൽ അവർ കാണിക്കേണ്ടി വരും, ഞാൻ കൊടുത്തു. ആ കാണിക്കുന്നതിൽ ഹൈറുണ്ട്. എന്തുകൊണ്ടാണ്? അവർ മാതൃകയായിരിക്കും മറ്റുള്ളവർക്ക്. ഫീമാ തസുന്നൂൻ, അതൊരു സുന്നത്തായി മാറും. അവർ കൊടുത്താൽ ബാക്കിയുള്ളവരും കൊടുക്കാൻ തയ്യാറാവും. അവരത് മറച്ചു വെക്കുകയാണെങ്കിലോ അതൊരു സുന്നത്താവില്ല. അപ്പോൾ അവർ കൊടുക്കൽ സുന്നത്തായി മാറും. വലാ യുഈനൂന ഐറക്കും അലാമാ യഹ്ദൂന ബിഹി ഫി സുലൂക്ക് സുന്നത്തിക്കും. അപ്പോൾ നിങ്ങളതിങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കൊരു മാർഗദർശനം ലഭിക്കുകയും നിങ്ങളെ സുന്നത്തിനെ അവർ പിന്തുടരുകയും ചെയ്യും. ആ രൂപത്തിൽ നിങ്ങളതിനെ വെളിവാക്കിയാൽ, അപ്പോൾ വെളിവാക്കുന്നത് ഹൈറാവുന്ന സന്ദർഭം എന്താണ്? നിങ്ങൾ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളെങ്കിൽ നിങ്ങളെ ഹൈർ വെളിവാക്കുന്നത് നല്ലതാണ്. അതെന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകും. വൈൻ തഖ്ഫു, ഇനി നിങ്ങളെന്തിനും മറച്ചു വെച്ചാൽ, അപ്പോൾ ഇക്തിഫാൻ ബി അൽമി, നിങ്ങൾ തൃപ്തി അടിഞ്ഞുകൊണ്ട് ബി ഇൽമിഹി, അള്ളാഹ്ക്ക് അറിയാലോ അത് എന്ന് വിചാരിച്ച് നിങ്ങളത് ഒതുങ്ങിയാൽ, സിയാനത്തൻ ലി നുഫൂസിക്കും, നിങ്ങൾ പേടിക്കുന്നുണ്ട്, ഞാനതെല്ലാം കൂടിയല്ല ആൾക്കാരോട് പറയാൻ പോയാൽ അതിൽ നിങ്ങളെ നഫ്സ് വരുമോ എന്നുള്ളൊരു സാധ്യത നിങ്ങൾ പേടിക്കുന്നുണ്ട്. അങ്ങനെ അതിനെ പേടിച്ചുകൊണ്ട് അതിനെ സൂക്ഷിക്കാൻ വേണ്ടി അനാഫാത്തി തസന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു സാധനം വരാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതി. ഫിഖത്തൻ ബി അന്ന മൻ തഅലമൂന ലഹു യറാ ദാലിക വയഅലമൂന മിൻകും, നിങ്ങളും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, എന്താ വിശ്വസിക്കുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ കർമ്മം ചെയ്തിട്ടുള്ളത് അവൻ ഈ കർമ്മത്തിന് നന്നായിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, അവൻ നിങ്ങൾ ചെയ്തത് നന്നായിട്ട് കണ്ടിട്ടുണ്ട് എന്ന ബോധ്യത്തോടു കൂടി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ വന്നു ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ ഭാഗത്തിനെ വിശദീകരിക്കുകയാണ്. വൈൻ തൊബ്ദു ഖൈറൻ എന്ന് പറഞ്ഞാൽ ഒരു നേതാവ് മറ്റുള്ളവർക്കൊരു സുന്നത്തായി ഫോളോ ചെയ്യാൻ വേണ്ടി, മറ്റുള്ളവർക്കൊരു മാതൃകയായി നല്ല കാര്യം ചെയ്താൽ, ഔ തഖ്ഫു അല്ലെങ്കിൽ മറച്ചു വെച്ചാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് നിങ്ങൾ നഫ്സയിൽ വരുമോ എന്ന് പേടിച്ച്, അതിൽ മറ്റുള്ളവരെ കാണിക്കാനുള്ളൊരു സംഭവം അതിൽ വരുമോ എന്ന് വിചാരിച്ച്, അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹ് അറിയുന്നുണ്ടെന്ന് വിചാരിച്ച് അതിനെ മറച്ചു വെച്ചാൽ, അപ്പോൾ അതുവരെ എത്തി. വൈൻ തൗഫു അൻസു, തെറ്റുകൾ ചെയ്യപ്പെട്ടുമ്പോൾ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്താൽ, പുറത്തു കൊടുത്താൽ, ഐ തത്രക്കു മാ തദൂക്കും ഇലൈഹി നുഫൂസുക്കും, നിങ്ങളുടെ നഫ്സ് നിങ്ങളെ വിളിക്കുന്നതിൽ നിന്ന് നിങ്ങൾ മാറി നിന്നാൽ, നിങ്ങൾ നഫ്സ് പറയും അവനെ ഓപ്പോസ് ചെയ്യ്, എതിർക്ക്, പകരം വീട്ട് എന്ന് നഫ്സ് പറയും. അതിൽ നിന്നെതിരെ നിന്നാൽ ഫല്ലാഹു യുജാസീകും ബിൽ അഫ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അവൻ്റെ വിട്ടുവീഴ്ച തന്നുകൊണ്ട് പ്രതിഫലം നൽകും. അലാമാ തഫ്അലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക്. വഹുവ ഖാദിറുൻ, അവൻ കഴിവുള്ളവനാണ്. അലാമാ യബ്തലീക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ കേട്ടോ. അതായത് നിങ്ങളിപ്പോൾ ഇങ്ങനെ പുറത്തു കൊടുത്തിട്ടില്ല എന്ന് കരുതുക, ഞാൻ പുറത്തു കൊടുക്കുന്നില്ല, എനിക്ക് പകരം വീട്ടണം, അവർക്ക് ഞാൻ പൊറുക്കൂല, അത് ഞാൻ എന്തായാലും ചെയ്യൂല എന്നൊക്കെ നമ്മൾ പറയണ്ടല്ലോ. അങ്ങനെയാണെങ്കിലേ ഖാദിറുൻ അലാ യബ്തലിയക്കും,
അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കാൻ കഴിവുള്ളവനാട്ടോ. ബിമാ ഇബ്തലാ ബിഹി ളാലിം, ഒരു ദുൽമു പ്രവർത്തിച്ചവനെ എങ്ങനെയാണ് അള്ളാഹ് പരീക്ഷിച്ചത് അതുപോലെ. ഇപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട എങ്ങനെ അറിയോ? ഒരാൾ ഒരു അക്രമം ചെയ്യുന്നുണ്ട്, ഒരു മോശപ്പെട്ട കാര്യം, അത് നമ്മളെ ബുദ്ധിമുട്ടാക്കിയിട്ടാണ് ചെയ്യണത്. മോശം സംസാരിച്ചു അല്ലെങ്കിൽ മോശം പ്രവർത്തിച്ചു എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ടാവും. അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അങ്ങനെ ഒരു പ്രവർത്തനം അദ്ദേഹത്തിൽ നിന്ന് വരുന്നതും അള്ളാഹു അദ്ദേഹത്തെ അങ്ങനെ ആക്കിയതുകൊണ്ടും പരീക്ഷിച്ചുകൊണ്ടല്ലേ. അള്ളാൻ്റെ ഒരു പരീക്ഷണമാണുള്ളത്. ആ പരീക്ഷണം അള്ളാഹുവിന് നമുക്കും വേണം തരാലോ. നിങ്ങളത് മറന്നു പോകരുത് എന്നുള്ള പറയാം. നിങ്ങൾ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാതിരുന്നാൽ ഇപ്പം അല്ല വിട്ടുവീഴ്ച ചെയ്തെന്ന് വരും. ചിലപ്പോൾ ആ പുറത്ത് കൊടുക്കാതെ നിന്ന കാരണം കൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെയാണോ അള്ളാഹ് ആക്കിയത് അതുപോലെ നിങ്ങളെ ആക്കാൻ അള്ളാഹ്ക്ക് പ്രയാസമൊന്നുമില്ല. അള്ളാഹുവിനായി കഴിവുള്ളവനാണ്. അപ്പോൾ ഫയക്കൂനു തഹദീറൻ ലഹും, അപ്പോൾ ഇത് നിങ്ങൾക്കൊരു വാണിംഗ് ഉണ്ട്, നിങ്ങൾക്കൊരു വാണിംഗ് തരികയാണ്. അൻ യഫ്അലു യഅഫുലു അൻ ശുഹൂദി മിന്നത്തി, അതായത് നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് സാക്ഷ്യം വഹിക്കുന്നില്ല, അതിൽ അഫലത്തിലായിപ്പോയി. നിങ്ങൾ വിചാരിക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ കുറേ നന്മ കൊണ്ട്, എൻ്റെ കർമ്മം കൊണ്ട്, എൻ്റെ സ്വഭാവം കൊണ്ട് ഞാനിങ്ങനായി, ഞാൻ വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. ഒരിക്കലല്ല കേട്ടോ. അമ്മാറത്തും ബിസു ഇല്ലാ റഹിമ റബ്ബി എന്നുള്ള ഖുർആനിൽ പറയുന്നുണ്ട്. എല്ലാ നഫ്സും തെറ്റിലേക്ക് പ്രവർത്തിക്കും. അള്ളാഹിൻ്റെ റഹ്മത്ത് ഇല്ലെങ്കിൽ, അള്ളാഹിൻ്റെ റഹ്മത്ത് പിടികൂടിയില്ലെങ്കിൽ, അപ്പോൾ നമ്മളൊക്കെ തെറ്റിലേക്ക് മുഴുകാത്തത്, നമ്മളിൽ എന്തെങ്കിലും നന്മ അവശേഷിക്കുന്നത്, നമ്മൾ നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നത്, ഇതൊക്കെ തന്നെ എന്താണെങ്കിലും ആ പ്രവർത്തനം അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ളൊരു അനുഗ്രഹമാണ്. അള്ളാഹ് നമുക്ക് അനുഗ്രഹം തന്നതാണ്. അപ്പോൾ നമ്മളെടുത്ത് നല്ല പ്രതീക്ഷിക്കുന്നത് എന്താ? ഇത് അള്ളാഹിൻ്റെ അനുഗ്രഹമാണ്, അൽഹംദുലില്ലാഹ് എന്ന് മനസ്സിലാക്കലല്ലേ. അങ്ങനെ ആകുമ്പോൾ ഒരാൾ നമ്മളോട് അതുപോലത്തെ ഒരു മോശം പ്രവർത്തനം പ്രവർത്തിച്ച് നമ്മളടുത്തേക്ക് തൗബ ചെയ്ത് വന്നാൽ, സോറി പറഞ്ഞു വന്നാൽ, അവൻ തൗബം ചെയ്തില്ല എല്ലാതെ നിന്നാൽ നമുക്ക് അവർക്ക് പുറത്തു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളവിടെ അള്ളാഹിൻ്റെ അനുഗ്രഹം നമ്മൾ കണ്ടിട്ടില്ല എന്നല്ല അർത്ഥം. അള്ളാഹുവേ, ഈ അനുഗ്രഹം അവന് കിട്ടാത്തതുകൊണ്ടല്ല ഇങ്ങനെ ആയത്, അൽഹംദുലില്ലാഹ് എനിക്ക് കിട്ടിയല്ലോ, എനിക്ക് ഒരു പ്രശ്നവുമില്ല, അള്ളാഹ് എനിക്ക് ഈ അനുഗ്രഹം തന്നല്ലോ എന്നല്ല അവർ വിചാരിക്കേണ്ടത്. അവനോട് പുറത്തു കൊടുക്കാനുള്ള വേണ്ടി എനിക്ക് ഓൻ്റെ അവസ്ഥയിൽ ഞാനായിരുന്നെങ്കിൽ കുടുങ്ങിപ്പോയല്ലേ, അതെന്നെ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുത്തിയില്ലേ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തംബീഹൻ അല അൻ യസ്തഈദു അൻ യസ്ലുബുൽ ഇസ്മ, ഇവിടെ അള്ളാഹു ഒരു ഓർമ്മപ്പെടുത്തൽ, ഉണർത്തൽ നടത്തിയിട്ടുണ്ട്. എന്താണ്? അള്ളാഹിലേക്ക് മടങ്ങാൻ വേണ്ടി. അതുപോലെ തന്നെ ഐ യസ്ലുബുൽ ഇസ്മ, അള്ളാഹ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ നിങ്ങളിങ്ങനൊക്കെ ആയത്, അല്ലാതെ നിങ്ങൾ സ്വന്തം കുറേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അള്ളാഹിൻ്റെ സംരക്ഷണം കൊണ്ട് മാത്രമാണ് നിങ്ങൾ തെറ്റ് ചെയ്യാത്തത്. അള്ളാഹിൻ്റെ സംരക്ഷണം കൊണ്ട് മാത്രമാണ് നിങ്ങൾ വിദേഹത്തുകാരനാവാത്തത്. അള്ളാഹിൻ്റെ സംരക്ഷണം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ രൂപത്തിലൊക്കെ നന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളായത്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ആ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാതിരുന്നാൽ, അള്ളാഹ് നിങ്ങളോട് കാണിച്ച രൂപത്തിലുള്ള ഒരു റഹ്മത്തും അനുഗ്രഹവും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കാണിക്കാതിരുന്നാൽ, അള്ളാഹ്ക്ക് ഏത് സമയവും ഈ പ്രൊട്ടക്ഷൻ എടുത്ത് കളയട്ടോ, അള്ളാഹ്ക്ക് ഏത് സമയവും ഈ അനുഗ്രഹം നിങ്ങളെടുത്ത് മാറ്റിക്കളയട്ടോ, ഒരു പ്രയാസം ഉണ്ടാവില്ല. വൻ തഹ്ദലൂ, അള്ളാഹു നിങ്ങളിൽ നിന്ന് ഇത് ഒഴിവാക്കി കളയാം. ഹത്താ യഖൗ ഫിൽ ഫിത്നതി വൽ മിഹ്ന, അങ്ങനെ അവർ ഏത് ഫിത്നയിലാണോ അകപ്പെട്ടത് അതുപോലെ നിങ്ങളും ഒരു ഫിത്നയിൽ അകപ്പെടാം. അവർ ഏത് രൂപത്തിലാണുള്ള പരീക്ഷണങ്ങളിലാണോ അള്ളാഹു വിധേയമാക്കിയത് അതുപോലെ നിങ്ങളെയും വിധേയമാക്കാം. നിങ്ങൾ ഒരിക്കലും പുച്ഛിച്ച് തള്ളണ്ട, ഒരിക്കലും അതിനെ പരിഹസിക്കണ്ട, ഒരിക്കലും അതിനെ എടുത്തു പറയണ്ട, മറ്റുള്ളവരൊരിക്കലും കൊച്ചാക്കി കാണണ്ട. എത്രത്തോളം നമ്മളത് ചെയ്യുന്നോ അത്രത്തോളം നമ്മളും അതിൽ പെടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ആ ഒരവസ്ഥ, അവരെ അള്ളാഹു അകപ്പെടുത്തിയ ഒരവസ്ഥ എടുത്ത് നമ്മളെ അള്ളാഹു ആ പൊസിഷനിലേക്ക് നിർത്താൻ അള്ളാഹു പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരു കോൽ ഇങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്. ഒരു കാൽ ഇങ്ങനെ ഇത് ഈ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ഇബ്നു അജീബ് തങ്ങളുടെ വിശദീകരണം അത് ഇതിനേക്കാൾ സുന്ദര. ഒരു കാൽ ഇങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്. ഇൻ തുബ്ദു ഖൈറൻ, നിങ്ങൾ നന്മ വെളിവാക്കിയാൽ, ഫതുഹ്സിനു ഇലന്നാസ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഫതുഹ്സിനു ഇലന്നാസ്, ജനങ്ങൾക്ക് നന്മ ചെയ്യണം. ഔ തുഖ്ഫു,
ബി അൻ തദ്ഊ ലഹും ഫീ സിർ. അപ്പോൾ നിങ്ങൾക്കാരെങ്കിലും നന്മ കാണിച്ചാൽ നിങ്ങൾ അവർക്കും തിരിച്ച് നന്മ ചെയ്യണം. വതുഖ്ഫു ബി അൻ തദ്ഊ ലഹും ഫീ സിർ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടി രഹസ്യമായി പ്രാർത്ഥിക്കെങ്കിലും വേണം. ഔ തോഫു അൻസു ഇന്നുലുംതും. ഇനി അവർ നിങ്ങളോട് തിന്മ ചെയ്താൽ നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുകയും വേണം. അത് നന്മ ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? അവർക്ക് തിരിച്ച് നന്മ ചെയ്യണം. ഇനി പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കെങ്കിലും വേണം. അതേസമയം തിന്മ ചെയ്താലോ നിങ്ങൾ അവർക്ക് വേണ്ടി പുറത്തു കൊടുക്കണം. യുക്കാൽ, അതാണ് ഈ ആയത്തുകൊണ്ട് വ്യാഖ്യാനിക്കുന്നത് ഒരു അഭിപ്രായം. യുക്കാൽ, മറ്റൊരു അഭിപ്രായം, മൻ അഹ്സനയിലേക്ക്, ആരെങ്കിലും നിങ്ങൾക്ക് ഒരു നന്മ കാണിച്ചാൽ, ആരെങ്കിലും നിങ്ങൾക്കൊരു നന്മ ചെയ്താൽ, ഫ അബ്ദി മഅഹു ഖൈറൻ ജഹറ, പരസ്യമായിട്ട് തന്നെ നിങ്ങൾ അവരോടും നന്മ ചെയ്യണം. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ പരസ്യമായി തിരിച്ചും അങ്ങോട്ട് നന്മ ചെയ്യണം. ഒമൻ കഫാക ഷർറഹു, ആരെങ്കിലും ഒരു ഷർറിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കിയാൽ, അതായത് നന്മ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ഒരു ഷർറിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കി, ഷർറ് ചെയ്തില്ല, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല, അങ്ങനെയാണെങ്കിൽ ഫഹ്ലിസ് ബിൽ വലാഇ വൽ ദുആഇ ലഹു സിർറൻ, നിങ്ങൾ അവരോട് കൂറ് പുറത്തുകയും രഹസ്യമായി അവർക്ക് വേണ്ടി ദുആ ചെയ്യുവാണോ. നന്മ ചെയ്യണമെന്നില്ല, നിങ്ങൾ തിന്മ ചെയ്യാതിരുന്നാൽ തന്നെ നിങ്ങൾ അവർക്ക് രഹസ്യമായി ദുആ ചെയ്യണം, അവരോട് സ്നേഹബന്ധവും കൂറും പുലർത്തണം. വൈൻ അസായിലേക്ക്, ഇനി അവരാരെങ്കിലും നിങ്ങളോട് തിന്മ ചെയ്താൽ, ഫഅഫു അൻഹു കറമൻ വഫദ്ല, നിങ്ങൾ അവർക്ക് പുറത്തെടുക്കണം. ഒരു ഔദാര്യമായിട്ട് നിങ്ങൾ അവർക്ക് പുറത്തെടുക്കണം, ഒരു ഫദ്ലായിട്ട് നിങ്ങൾ അവർക്ക് പുറത്തെടുക്കണം. അതായത് നന്മ ചെയ്താൽ തിരിച്ചങ്ങോട്ടും പബ്ലിക്കായി നന്മ ചെയ്യണം. തിന്മ ചെയ്യാതിരുന്നാൽ നിങ്ങൾ അവർക്ക് രഹസ്യമായി പ്രാർത്ഥിച്ച് അവരോടുള്ള സ്നേഹബന്ധം നിലനിർത്തണം. അതുപോലെ തന്നെ തിന്മ ചെയ്താൽ നിങ്ങൾ അവർക്കൊരു ഫദ്ലായിട്ട്, ഒരു കറമായിട്ട് അവർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ തജിദു മിനല്ലാഹി അഫ്വഹു അൻക അമ്മർതഖബത്, അങ്ങനെ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങൾക്ക് പുറത്തു തരും. അതായത് നിങ്ങൾ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു തരും. ഫൈന ദുനൂബ അക്സർ, കാരണം നിങ്ങൾ തെറ്റുകൾ ഒരുപാടുണ്ടല്ലോ, തെറ്റുകൾ ഇഷ്ടംപോലെ കിടക്കല്ലേ ഗോഡൗണിൽ, നിനക്ക് ചാക്ക് കണക്കിൽ, ഇതൊക്കെ അല്ലാഹു പുറത്തു തരും. എപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുത്താൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്താൽ, മറ്റുള്ളവരെന്തെങ്കിലും നന്മ ചെയ്താൽ അതിനേക്കാളും വലിയ നന്മ കൊണ്ട് മറുപടി കൊടുത്താൽ, അങ്ങനെ ചെയ്താൽ നിങ്ങളെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരും. ഫൈന ദുനൂബ അക്സർ, കാരണം തെറ്റുകൾ ഒരുപാടുണ്ടല്ലോ. ഫഹുവ ഖാദിറുൻ അയ്യോ ഒത്തിയക്ക മിൻ ഫദ്ലി വൽ ഇൻആം, കാരണം അവന് ആ തെറ്റുകളൊക്കെ അവൻ്റെ ഫദ്ൽ കൊണ്ടും അവൻ്റെ കാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും ഒക്കെ പുറത്തു തരാൻ അവന് സാധിക്കുന്നതാണ്. മല്ലാ യസിലു ഇലൈഹി, നിങ്ങൾക്ക് അവൻ നൽകുന്ന കാര്യം കിട്ടൂല. മാലാ യസിലു ഇലൈഹി മിനൽ ഇന്തിസാഫി മിൻ ഹസ്മിക വമാ തജിദുഹു മിൻ ഇന്തിഖാം, നിങ്ങളോടൊരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ പകരം വീട്ടാനും ആ തെറ്റുകാരനോട് പക വീട്ടാനും ഒക്കെ നിങ്ങൾ മനക്കെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ, അതിനേക്കാളൊക്കെ എത്രയോ ഉന്നതമായ കാര്യം അത് പുറത്തു കൊടുത്താൽ, അത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അല്ലാഹു നൽകും. അതിന് പകരം വീട്ടണം. എനിക്കത് അദ്ദേഹത്തെക്കുറിച്ച് പറയണം, അതിന് അദ്ദേഹത്തിന് ആവശ്യമായ ശിക്ഷ നേടിക്കൊടുക്കണം, പക വീട്ടണം, ഈ പക തീരൂല, അങ്ങനെ പക വീട്ടാൻ അവർ ശ്രമിക്കുന്ന ശ്രമമുണ്ടല്ലോ, ആ ശ്രമത്തിനെ കൊണ്ട് എന്താണ് അവർക്ക് കിട്ടണത്? ആ കിട്ടുന്നതിനേക്കാളും വലിയത് അള്ളാഹു ഈ പുറത്തു കൊടുക്കുന്നതുകൊണ്ട് അവന് കൊടുക്കുന്നതുകൊണ്ട് അവന് കൊടുക്കും. ഈ ബഹ്റുൽ മദീനയിലെ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു തങ്ങൾ അതിനെ വിശദീകരിക്കുകയാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണേണ്ട. യഅലം, നിങ്ങൾ അറിയണം, അന്നൽ ബാത്തിന, ഇതിൽ വേറൊരു പോയിൻ്റാണ് മഹാനുകൾ പറയുന്നത്. ആ പോയിൻ്റ് വളരെയധികം റെലവൻ്റാണെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ എന്നെ പേഴ്സണലായിട്ടായിരിക്കും, അല്ലാഹു അലം. അലം, നിങ്ങൾ അറിയണം, അന്നൽ ബാത്തിൻ, ആന്തരികമായ അവസ്ഥ, ഇതാ കമുല തത്വഹീറുഹു, അതായത് നമ്മൾ ആന്തരികമായ, അത് ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടാൽ, അതിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ പരിപൂർണതയിലെത്തിയാൽ, ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ പരിപൂർണതയിലെത്തിയാൽ, വതഹഖഖ തൻവീറുഹു, അതിൻ്റെ പ്രകാശം പൂർത്തീകരിക്കപ്പെട്ടാൽ, ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം നടക്കുകയും ഹൃദയത്തിൻ്റെ പ്രകാശം പൂർണ്ണമാവുകയൊക്കെ ചെയ്താൽ,
ഹൃദയത്തിൽ ഇങ്ങനെ ശുദ്ധീകരണം നടക്കണം. നമ്മൾ ത്വരീക്കത്തിലൂടെ ഒക്കെ മാരിഫത്തിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അതാണല്ലോ നടക്കുന്നത്. ആ ശുദ്ധീകരണം നടന്ന് അതിൻ്റെ ശുദ്ധി അങ്ങേയറ്റെത്തി അത് പളുങ്കുപാത്രത്തെ പോലെ വെട്ടിത്തിളങ്ങാൻ തുടങ്ങിയാൽ ലാഹിർ, അതിൻ്റെ അടയാളങ്ങൾ ബാഹ്യമായി വെളിവാകാൻ തുടങ്ങും. എങ്ങനെ അത് ബാഹ്യമായി വെളിവാവുക? ഒരാളെ ഹൃദയം അങ്ങനെയാണെങ്കിൽ എങ്ങനെ ബാഹ്യമായി അത് വെളിവാവുക? മിൻ മക്കാരിമിൽ അഖ്ലാഖ്, അവർ നല്ല സ്വഭാവത്തിലൂടെ. അവർക്ക് നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ഹൃദയത്തിൽ അങ്ങനെ അവസ്ഥ ഉണ്ടെന്നാണ്. അല്ലെങ്കിൽ നല്ല സ്വഭാവം കാണിക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് ആ ഹൃദയത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ബാഹ്യമായ നല്ല സ്വഭാവത്തിലായിരിക്കും. വലീനിൽ ജാനിബ്, അതുപോലെ അവരുടെ പെരുമാറ്റമൊക്കെ വളരെ സോഫ്റ്റ് ആയിരിക്കും, ജെൻറ്റിൽ, അതുണ്ടല്ലോ വളരെ മൃദുലമായ പെരുമാറ്റമായിരിക്കും. വഹുസ്നുൽ ഖിതാബ്, അവരുടെ സംസാരം വളരെ സൗന്ദര്യമുള്ളതായിരിക്കും. അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ വളരെയധികം സൗന്ദര്യം ഉണ്ടാവും, നല്ല സംസാരമായിരിക്കും. അപ്പോൾ തറക്കൽ ഇതാബ്, അവരൊരിക്കലും പകരം വീട്ടുന്നത് ഇഷ്ടപ്പെടില്ല. പകരം വീട്ടുന്ന പരിപാടിയൊക്കെ ഒഴിവാക്കും. പകരം വീട്ടലൊന്നും ആർക്കും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഹൃദയ ശുദ്ധീകരണം ഒരു പരിപൂർണതയിലെത്തിയാൽ, ഹൃദയം അള്ളാഹുവിൻ്റെ പ്രകാശം കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന അവസ്ഥ എത്തിയാൽ ആ ആളുകളിൽ നിന്ന് ഉണ്ടാവുന്നതാണ് എന്ത്? നല്ല സ്വഭാവം, നല്ല മൃദുലമായ പെരുമാറ്റം, നല്ല സുന്ദരമായ വാക്കുകൾ, പകരം വീട്ടലൊക്കെ ഇല്ലാതിരിക്കുന്നൊരവസ്ഥ. ഫമാ കമൻ ഫി ഹൈബി സറായിർ ലഹറ ഫി ഷഹാദത്തുൽ ലവാഹിർ. ആന്തരികമായി ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എന്താണുള്ളത്, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എന്താണോ അള്ളാഹു ഒരു മനുഷ്യനെ ഒളിപ്പിച്ചു വെച്ചത്, ലഹറ ഫി ഷഹാദത്തുൽ ലവാഹിർ, അത് അവൻ്റെ ബാഹ്യമായ അവസ്ഥകളിലും കാണാൻ കഴിയും. വമാ കമൻ ഫീക്ക, അവൻ എന്തെന്നെ ഒളിപ്പിച്ചു വെച്ചാലും ലഹറ അലാ ഫീക്ക, അവൻ്റെ നാവിലൂടെ അത് വന്നുകൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ എത്ര ഫേക്ക് ചെയ്യാൻ നോക്കിയാലും ഉള്ളിൽ വളരെ മോശപ്പെട്ടതാണ്, ബാഹ്യമായി നല്ല പൗഡർ ഇട്ട പെരുമാറ്റം എന്നറിയില്ല നമ്മൾ, അങ്ങനെ കാണിക്കാൻ ശ്രമിച്ചാലും ഏതെങ്കിലും സമയത്ത് ഉള്ളിലുള്ള മോശം അങ്ങോട്ട് പുറത്തു വരും. ആ മ്ലേച്ഛതകൾ അവർക്ക് കുറേ കാലം മറച്ചു വെക്കാൻ പറ്റില്ല. മോശം വാക്കുകൾ അവരിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഉള്ളിൽ എത്ര ഉള്ളിൽ നല്ല അവസ്ഥയാണെങ്കിലും ബാഹ്യമായി ഇനി അവരെത്ര മോശമാവാന്ന് ശ്രമിച്ചാലും അവർ നാവിലൂടെയും അവരുടെ സംസാരത്തിലൂടെയും ആ നന്മ മാത്രമേ വെളിവാവുള്ളൂ, പുറത്തു വരുള്ളൂ. വഹാദിഹി അഖ്ലാഖു സൂഫിയ, ഇതാണ് സൂഫിയാക്കന്മാരുടെ സ്വഭാവം. റളിയല്ലാഹു അൻഹും വഅർദാഹും, അല്ലാഹു തആല അവരെ തൊട്ട് തൃപ്തിപ്പെടട്ടെ. വബിദാലിക വസഫഹുമുൽ ഖായിലു ഫീഹിം, അതുകൊണ്ടാണ് അദ്ദേഹം അവരെക്കുറിച്ച് ഒരു കവി പാടിയത്. ഹൈനൂന ലൈനൂന ഐസാറുൻ ബനു യസർ സവാസു മക്കുറുമത്തിൻ അബ്നാഉ ഐസാരി. ഹൈനൂന, അവരുടെ അവസ്ഥ തന്നെ ഹൈനൂന, അവർ വളരെ ഒരു മൃദുലമായവരായിരിക്കും. ലൈനൂന, വളരെ സോഫ്റ്റ് ആയിരിക്കും അവർ. ഐസറു, അവർ എല്ലാത്തിലും എളുപ്പം കാണുന്നവരായിരിക്കും, എളുപ്പ സ്വഭാവത്തിലായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ. കഠിനമാക്കൂല, എല്ലാം എളുപ്പമാക്കും, വളരെ സോഫ്റ്റ് മൃദുലായിരിക്കും. അങ്ങനെയുള്ള ആളുകളായിരിക്കും ബനു യസർ. അവർ എളുപ്പത്തിൻ്റെ മക്കളായിരിക്കും. അതെന്തിനാന്ന് ചിലപ്പോൾ അവരുടെ മശായിഖന്മാരെ പോലെ അവർ എളുപ്പമുള്ളവരായിരിക്കുന്നതായിരിക്കും അങ്ങനെ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ എളുപ്പത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത്രത്തോളം എളുപ്പം കാണിക്കുന്നവരായിരിക്കും. എളുപ്പം കാണിക്കുന്നവരും സോഫ്റ്റായവരും മൃദുലമായവരും ആയിരിക്കും. സവാസു മക്കുറുമത്തിൻ, അവർ സൽസ്വഭാവത്തിൻ്റെ യജമാനന്മാരായിരിക്കും. അബ്നാഉൽ ഐസാർ, അതുപോലെ തന്നെ ഉദാരതയുടെ പിൻഗാമികളായിരിക്കും. ഇതിനൊക്കെ അർത്ഥം അവർ വളരെ സോഫ്റ്റ് ആയി തന്നെ, ഒരിക്കലും അവർ ഉറക്കെ സംസാരിക്കില്ല എന്നല്ല കേട്ടോ. സാഹചര്യങ്ങളുള്ള സമയത്തുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ പ്രഖ്യാപിച്ചതുപോലെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം പിടിക്കുന്ന സമയങ്ങളുണ്ടായതുപോലെ. എന്നാൽ മൊത്തത്തിൽ അവരെ പെരുമാറ്റം അങ്ങനെ ആവില്ല.
പൊതുവിൽ അവർ പെരുമാറ്റം എങ്ങനെയായിരിക്കും? അതൊക്കെ എക്സെപ്ഷണൽ കേസുകളാണ്. ഏതെങ്കിലും ചില ഘട്ടങ്ങളിൽ അള്ളാഹു അവരുടെ അത് പ്രതീക്ഷിക്കുന്ന സമയത്ത് മാത്രം. ലാ യന്തിഖൂന ബിഗൈരിൽ ഹഖ് ഇന്നതഖൂ, അവർ സംസാരിക്കാൻ ഒരുങ്ങിയാൽ അവർ ഹക്കല്ലാതെ സംസാരിക്കൂല. സത്യമല്ലാതെ, ഹക്കല്ലാതെ, ഹക്കിനെ കുറിച്ചല്ലാതെ, അള്ളാഹുവിനെ കുറിച്ചല്ലാതെ ഒന്നും അവർ സംസാരിക്കൂല. വലാ യമാറൂന ഇൻമാറോ ബി ഇക്സാർ, എന്നാൽ അവർ വാഗ്വാദത്തിന് ഒരുങ്ങിയാലോ, അതായത് തർക്കത്തിനൊരുങ്ങിയാലോ വളരെ കുറച്ച് മാത്രമേ അവർ തർക്കിക്കുള്ളൂ. തർക്കിക്കാൻ നിർബന്ധമായ സാഹചര്യങ്ങളുണ്ടാവും. അപ്പോഴും കുറഞ്ഞ കാര്യം പറഞ്ഞവർ നിർത്തും. എനിക്കൊരു 5 മിനിറ്റ് കൊടുക്കുക, ഞാൻ പറയട്ടെ, ഇതല്ല അവരുടെ രീതി. അവർക്ക് തന്നത് എത്രയാണോ അത്ര, അതിൽ കുറച്ച് പറഞ്ഞ് അവർ നിർത്തും. കഴിഞ്ഞു, അത്രേ ഉള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയായിരിക്കും അവർക്ക്. മൻ തൽക്കാ മിൻഹും തഖുൽ ഹാദാക സയ്യിദഹും, അവരിൽ ആരെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ആ ആൾ ആ കൂട്ടത്തിൻ്റെ നേതാവായിരിക്കും. കാരണം അത്ര അവർ മനസ്സിലാക്കാൻ പെട്ടെന്ന് മനസ്സിലാവും. കാരണം അവരുടെ സ്വഭാവം കൊണ്ട് അവർ മറ്റുള്ളവരെക്കാളൊക്കെ നല്ല സ്വഭാവമുള്ളവരായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഇതാണ് കേട്ടോ ഓരോ നേതാവെന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. മിസ്ലൻ നുജൂമില്ലതി യുഹ്ദാ ബിഹസാർ, അവരുടെ ഉദാഹരണം ഏതുപോലെയാണെന്നറിയോ? രാത്രികാലത്ത് ഒരു മനുഷ്യന് യാത്ര തിരിക്കുമ്പോൾ അവൻ നക്ഷത്രങ്ങളെ കാണുമ്പോൾ അതാ ആ നക്ഷത്രത്തിൻ്റെ വഴി എന്ന് പറഞ്ഞ് അന്വേഷിച്ച് പോകുന്ന പോലെ ആയിരിക്കും. ഇവരെ ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ കണ്ടാൽ അവരാണ് അവരുടെ നേതാവെന്ന് പറയാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. കാരണം അവരത്രയും നല്ല സ്വഭാവമുള്ളവരായിരിക്കും. ഒമിൻ ഷഅനി ഷഅനിൽ ഹദ്റ, അള്ളാഹുവിൻ്റെ ഹദ്റത്തിന്, അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച ആളുകളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അത്തഹദീബ് വത്തഅദീബ്, അവർ പരിശുദ്ധി ആർജിച്ചവരും അദബുള്ളവരായിരിക്കും എന്നുള്ളത്. അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ എത്തിയവരാണെങ്കിൽ അവർക്ക് അവിടെ നല്ല റിഫൈൻഡായ ശുദ്ധമായൊരവസ്ഥ അവർക്കുണ്ടാവും. മാത്രമല്ല അവർക്ക് നല്ല അദബുള്ളവരായിരിക്കും ആ സാന്നിധ്യത്തിനോട്. ഫലാ യബ്ഖാ മാഹ ലഹ്വൻ വലാ തഅസീം, അതുകൊണ്ട് തന്നെ അവരിൽ ഈ അനാവശ്യമായ സംസാരങ്ങളോ ചീത്ത വാക്കുകളോ ഒന്നും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. അള്ളാഹിൻ്റെ സാന്നിധ്യത്തിൽ എത്തിച്ചേർന്ന, യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ സാന്നിധ്യത്തിൽ എത്തിച്ചേർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസാരങ്ങളിൽ എന്തുണ്ടാവില്ല? അനാവശ്യ സംസാരം, വെറുതെ അലക്കുക എന്ന് പറയല്ലേ, നാവിട്ട് അലക്കുക, അങ്ങനെ പറയുന്ന അലക്കലുണ്ടാവില്ല. വലാ തഅസീം, അതുപോലെ തന്നെ അവർ തെറ്റും പറയില്ല. മോശപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പറയുക, ചീത്ത വിളിക്കുക, അതൊന്നും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ലിഅന്നഹും ജന്നത്തുൻ മുഅജ്ജല, കാരണം അവരെന്നെ എന്തായിരിക്കും എന്നറിയോ? സ്വർഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലെ ആയിരിക്കും. അവരെന്നെ സ്വർഗമായിരിക്കുന്നു. സ്വർഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്വർഗം പോലെയാണ് അവരിന്ന്. കാരണം സ്വർഗത്തിനെ കുറിച്ച് അള്ളാഹു അറിയുന്നുണ്ട്, ആ വിശേഷണം അവർക്ക് കാണാം. എന്നാ സ്വർഗത്തിന് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ലാ യസ്മഊന, നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ കഴിയില്ല, ഫീഹാ ലഗ്വൻ വലാ തഅസീമ, അനാവശ്യമായ സംസാരങ്ങളും അതുപോലെ തന്നെ തെറ്റിൻ്റെ സംസാരങ്ങളും അവിടെ കേൾക്കാൻ കഴിയില്ല. സ്വർഗത്തിൽ ഉള്ള ഒരു സ്വർഗീയ അനുഭൂതിനെ കുറിച്ച് പറഞ്ഞതാണ്. അവിടെ നിങ്ങൾക്ക് മോശം സംസാരം കേൾക്കാൻ പറ്റൂല, അവിടെ നിങ്ങൾക്ക് അനാവശ്യ വാക്കുകൾ കേൾക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആ അനുഭൂതി നമുക്ക് ദുനിയാവിൽ ഒരാളുടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അവരെന്നെ സ്വർഗമല്ലേ. കാരണം സ്വർഗത്തിന് മുന്നോട്ട് കൊണ്ടുവന്ന പോലെയാണ്. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, അവർക്ക് എപ്പോഴും ശാന്തി, എപ്പോഴും ശാന്തിൻ്റെ പെരുമാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ സ്വർഗം മുന്നോട്ട് കൊണ്ടുവന്നവരെ പോലെയാണ്. അവരിൽ അങ്ങനത്തെ സ്വഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ മോശം വാക്കുകളോ മോശം ഇതൊന്നും അവർ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. വായുതൻ, അതുപോലെ തന്നെ അഹ്ലുൽ ഹദ്റ, അള്ളാഹിൻ്റെ സാമീപ്യം സിദ്ധിച്ച ആളുകളിൽ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഹസല ലഹുമുൽ ഖുർബ മിനൽ ഹബീബ്, അവരുടെ ഹബീബിനോടുള്ള സാമീപ്യം നേടിയിട്ടുണ്ടാവും എന്നുള്ളത്. അവരിഷ്ടപ്പെട്ടവർ ഉണ്ടല്ലോ, അവരുടെ പ്രിയൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയവരായിരിക്കും അവർ. ഫഹും ഫി ഹദ്റത്തിൽ ഖരീബ്, അവർ ആ റബ്ബിൻ്റെ ഹദ്റത്തിൽ അടുത്തവരായിരിക്കും. ഖരീബ്, ഏറ്റവും അടുത്ത ഒരവസ്ഥ എത്തിച്ചവരായിരിക്കും. അലാ ബിസാത്തിൽ ഖുർബി അല ദവാബ്, അവരെപ്പോഴും ആ ഒരു സാമീപ്യത്തിൻ്റെ പരവതാനിയിലായിരിക്കും ഉണ്ടാവുക. ഹക്കിൻ്റെ സാമീപ്യത്തിൻ്റെ പരവതാനിയിലായിരിക്കും അവരെപ്പോഴും നിലകൊള്ളുന്നുണ്ടാവുക. അതുകൊണ്ട് വലാ യതസവ്വറു മിൻഹും അൽ ജഹ്റു ബിൽ കലാം,
എന്തൊരു വാക്കാണത്. വലാ യതസവ്വറു മിൻഹും അൽ ജഹറു ബിൽ കലാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരൊച്ച ഉണ്ടാക്കുന്ന സംസാരം നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് ചിന്തിക്കാൻ കഴിയില്ല. ഒച്ചപ്പാടുണ്ടാക്കണം നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് ചിന്തിക്കാൻ കഴിയില്ല. നമ്മളൊക്കെ ശരിക്കും ഒച്ചപ്പാട് മാത്രമേ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ടാവുള്ളൂ. എന്താ കേൾക്കാത്തത്, പറയാത്തത്, ഞാൻ പറയണ അങ്ങനെ ഇങ്ങനെ തന്നെ നമ്മളെല്ലാവരും, ഞാൻ എന്നെ പറ്റി പറഞ്ഞാണ്ടോ, വേറെ ആരെ പറ്റിയല്ല, നമ്മളെല്ലാവരും കൂടെ ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. എല്ലാം നമ്മളെ കൂട്ടുകാരോട്, ഭാര്യനോട്, മക്കളോട്, ബിരുദന്മാരോട്, ഹ്വാനികളോട്, എല്ലാവരോടും ഒച്ചപ്പാടുണ്ടാക്കിയിട്ടാണ്. എന്നാൽ അവരെ പറ്റി പറയണമൊക്കെ ഈ സൂഫിയാക്കന്മാരുടെ അവസ്ഥ, അവർ ആ അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൽ എപ്പോഴും നിലകൊള്ളുന്നവരാണ്. ആ ഖുർബ് ഹാസിലാക്കിയവരാണ്. അവരടുത്തിങ്ങനെ ഇരിക്കുന്നവരാണ്. അവർ എപ്പോഴും അള്ളാഹിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയവരാണ്. അതുകൊണ്ട് ആ സാമീപ്യത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ആ സാമീപ്യത്തിൻ്റെ അടുത്ത് പോയി ഒച്ച ഉണ്ടാക്കാൻ പറ്റില്ല. വലാ യതസവ്വറു മിൻഹുൽ ജഹ്റ ബിൽ കലാം. അവരുടെ സംസാരത്തിൽ ഒച്ച ഉണ്ടാക്കുന്നത് നമുക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. വഹും ഫി ഹദ്റത്തിൽ മലിക്കിൽ അല്ലാം. അവരെപ്പോഴും രാജാതിരാജൻ്റെ സാന്നിധ്യത്തിൽ നിലകൊള്ളുന്നവരാണ്. ആ രാജാവിൻ്റെ സാന്നിധ്യത്തിൽ ഒച്ച ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവർ മുമ്പിൽ അവരെക്കുറിച്ച് ആ രാജാവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അള്ളാഹിൻ്റെ ഒരു ആരിഫായ മനുഷ്യൻ, അള്ളാഹുവിൽ ലയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവനെങ്ങനെയാണ് ഒച്ച ഉണ്ടാക്കാൻ പറ്റുക? അവനെപ്പോഴും അള്ളാഹിൻ്റെ സാന്നിധ്യത്തിലല്ലേ. എങ്ങനെയാണ് അവൻ ഒച്ചപ്പാടുണ്ടാക്കാൻ തോന്നുക? ഒച്ചപ്പാടുണ്ടാക്കുന്നത് അവൻ്റെ രീതിയിൽപ്പെട്ടതല്ല. കാരണം അവനെപ്പോഴും രാജാവിൻ്റെ സന്നിധിയിലാണ്. അവിടുന്ന് ഒച്ച ഉണ്ടാക്കാൻ പറ്റില്ല. കാലത്താൽ അതാവത്താൽ പറയാണ്, വഹശഅത്തിൽ അസ്വാതുൽ റഹ്മാൻ ഫലാ തസ്മഉ ഇല്ലാ ഖംസ. റഹ്മാൻ്റെ മുമ്പിൽ അവരുടെ ശബ്ദങ്ങൾ ഇങ്ങനെ ഇരിക്കും. വഹശഅത്തിൽ അസ്വാതുൽ റഹ്മാൻ. അള്ളാഹിൻ്റെ മുമ്പിൽ അവരുടെ ശബ്ദം ഇങ്ങനെ താന്നിരിക്കും. ഫലാ തസ്മഉ ഇല്ലാ ഖംസ. ഫലാ തസ്മഉ, നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കൂല, ഇല്ലാ ഖംസ, അവരിങ്ങനെ സ്വകാര്യം പറയുന്നതായിട്ടല്ലാതെ. അവരൊച്ചപ്പാടുണ്ടാക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം അവർ റഹ്മാൻ്റെ സാന്നിധ്യത്തിലല്ലേ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാൻ സാധിക്കുക. ഫലാ തസ്മഉ, അവർക്ക് അവരുടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കില്ല, ഇല്ലാ ഹംസ, ഇങ്ങനെ രഹസ്യം പറയുന്നതല്ലാതെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കില്ല. എന്തൊക്കെയാ ആയാത്തിങ്ങനെ ഓതിയപ്പോൾ ഷെഹുലേക്ക് തങ്ങളൊക്കെ അങ്ങനെ സംസാരം ഇങ്ങനെ ആലോചിച്ചു പോയി. ഷെയ്ഖിനെ കണ്ടവർക്കൊക്കെ അറിയാം, ഷെയ്ഖ് വളരെ പതുക്കാൻ സംസാരിക്കുക. വളരെ ഒച്ച ഉണ്ടാക്കുന്ന നമുക്ക് ഷെയ്ഖിൻ്റെ സംസാരത്തിൽ കേൾക്കാൻ പറ്റില്ല. വളരെ പതിഞ്ഞ ശബ്ദം. എല്ലാവരും പ്രസംഗിക്കുമ്പോഴും ഷെയ്ഖ് ഇങ്ങനെ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ഇങ്ങനെ കേൾക്കണം, തന്നെ വളരെ കാതോർത്ത് കേൾക്കണം. അങ്ങനെ ഷെയ്ഖിൻ്റെ സംസാരം. അപ്പോൾ ഹഷയത്തുൽ അസ്വാത്തുൽ റഹ്മാൻ, റഹ്മാൻ്റെ സാന്നിധ്യത്തിൽ അവരെപ്പോഴും ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നവരെ, അവർ ശബ്ദം താത്തുന്നവരായിരിക്കും. ഫലാ തസ്മഉ ഇല്ലാ ഖംസ. അവർ ഇങ്ങനെ സ്വകാര്യം പറഞ്ഞ് ഇരിക്കുന്നതായിട്ടല്ലാതെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഫർഫഉ സൗത്ത് ഇൻദ സൂഫിയ. അതുകൊണ്ട് തന്നെ സൂഫിയാക്കന്മാരടുത്ത് ഫർഫഉ സൗത്ത്, ഉറക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് മദ്മൂമുൻ ശനീയോൻ, വളരെ മോശപ്പെട്ട കാര്യമാണ്. നമ്മളൊക്കെ ഉറക്കേ സംസാരിക്കുള്ളൂ. ഞാൻ എന്നെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഫർഫഉ സൗത്ത് ഇൻദ സൂഫിയ, സൂഫിയാക്കന്മാരടുക്കെ ഉറക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് മദ്മൂമുൻ ശനീയോൻ, വളരെ മോശപ്പെട്ട കാര്യമാണ്. യദുല്ലു അലാ ബഅദ് സാഹിബിഹി കൈഫമാ കാന. യദുല്ലു അലാ ബോധി സാഹിബിഹി, അങ്ങനെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് അലാ ബോധി സാഹിബിഹി, അദ്ദേഹം അള്ളാഹുവിൽ നിന്ന് അകന്നിട്ടാണ് എന്നാണ്. ഒരാൾ പതുക്കെ സംസാരിക്കണമെങ്കിൽ ഒരു അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലാണ്. ഉറക്കെ സംസാരിക്കണമെങ്കിൽ എപ്പോഴാണോ സംസാരിക്കണത് ആ സംസാരിക്കണ സമയത്ത് എങ്കിലും ഓൻ അള്ളാഹിനെ അകന്നിട്ടാ. ആ ഒരവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ എത്രത്തോളം ഉറക്കെ സംസാരിക്കണമെന്ന്. ഉറക്കെ സംസാരിക്കുമ്പോൾ എല്ലാം അത് നമ്മൾ അടുത്ത് ദൂരെയാണെന്ന് പണ്ടൊരു ഇംഗ്ലീഷ് പുസ്തകത്ത് വായിച്ച ഓർമ്മയുണ്ട്. നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കുന്നത് എന്തിനാ? ഒരു മനുഷ്യൻ നമ്മുടെ അടുത്ത് നിന്ന് എത്രയോ അകന്നിട്ടാണെന്ന് മനസ്സിലാവുമല്ലേ, അടുത്തിട്ടാണ് മെല്ലെ പറഞ്ഞാൽ പോരെ. നമ്മൾ ഒച്ച ഉണ്ടാക്കുന്നത് എടാ അത് എന്ന് പറയുന്നത് നമ്മൾ കുറേ ദൂരെയാണ് അവർ എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ ചിലപ്പോൾ നമ്മൾ ചില അദബ് പഠിപ്പിക്കാൻ
മക്കളോട് ഒക്കെ നമ്മൾ കുറച്ച് ഉറക്കെ സംസാരിക്കേണ്ടി വരും. നമ്മൾ പതുക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് സീരിയസ് ആണെന്ന് തോന്നൂല, ചിലപ്പോൾ കേട്ടോ. എപ്പോഴും അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പറയേണ്ടി വരും. നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല, എന്നാലും നമ്മൾ അങ്ങനെ പറയുമായിരിക്കും. അല്ലാതെ നമ്മൾ ആഗ്രഹത്തോടു കൂടി അങ്ങനെ ചെയ്യുന്നത് അവരൊക്കെ നമ്മുടെ അടുത്ത് കുറേ ദൂരെയാണെന്ന് തോന്നുന്നൊരവസ്ഥയിലാണല്ലോ. അടുത്താണ് മെല്ലെ പറഞ്ഞാൽ പോരെ, ഞാൻ കുറേ ഉറക്കെ പറയണത്. അപ്പോൾ എന്തവസ്ഥയിലാണെങ്കിലും യദുല്ലു അലാ ബോധി സ്വാഹിബിഹി കൈഫമാ ഖാന, ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ ഉറക്കെ സംസാരിക്കേണ്ടത് നമ്മൾ അകൽച്ചനെ കാണിക്കുന്നതാണ് അള്ളാഹുവിൽ നിന്ന്. ഇനി ഒരു സംഭവം പറയാം. ഖലിയത്ത് സിദ്ദീഖ്, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഒരു പിന്നെ ഒരു സംഭവം നിങ്ങൾ നോക്കി. ഹൈഫു ഖാല ലഹു അലൈഹി സ്വലാത്തു വസ്സലാം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലക തഖറഉ സിർറൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഖുർആൻ ഓതുമ്പോൾ വളരെ പതുക്കാൻ ഓതുക, ചെറിയ ശബ്ദത്തിൽ. ഞാൻ ഇതും കേട്ടപ്പോൾ ഇങ്ങനെ അയാൾ ചോദിച്ചാൽ തങ്ങളൊന്നും ഉറക്കെ ഖുർആൻ ഓതും നമ്മൾ കേട്ടില്ല. നമ്മളൊക്കെ ആണെങ്കിൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്ന് ഉറക്കെ ഓതുക. നിങ്ങൾ ഓർന്ന് തെറ്റായിട്ടില്ല കേട്ടോ, ഞാൻ പറയുകയാണ്. അവരുടെ ഹാലെങ്ങനെയാണ് നമ്മളെ ഹാലിങ്ങനെയാണ്. നമ്മൾ ഓതിയില്ല ഉറങ്ങി വെക്കും. ഞാനൊക്കെ ഉറക്കുമെന്ന് അതുകൊണ്ടാണ്. നമ്മൾ ഉറക്കുമെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ഓതാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്. നമ്മളെ ഹാലങ്ങനെയാണല്ലോ. അപ്പോൾ ശൈഖന്മാരെ ഹാലങ്ങനെയല്ല. അപ്പോൾ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പതുക്കേന് ഖുർആൻ ഓതൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലക തഖറഉ സിർറൻ, എന്തിനാണ് അബൂബക്കർ വളരെ പതുക്കെ ഓതുന്നത് റളിയല്ലാഹു അൻഹു ഫഖാല. അപ്പോൾ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, ഇന്നല്ലദീ നുനാജീഹി ലൈസ ബിബഈദ്, ഞാൻ സ്നേഹ സംഭാഷണം നടത്തുന്ന ആളുണ്ടല്ലോ, അവൻ എന്നോട് കുറേ ദൂരമുള്ള ആളൊന്നുമല്ല. എന്തിനാ കുറേ കൊച്ചുണ്ടാക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്, അവൻ്റെ അടുത്ത് കുറേ ദൂരമൊന്നുമല്ല, അടുത്തിട്ട് തന്നെയല്ലേ. പിന്നെ എന്തിനാണ് ഞാൻ കുറേ ഒച്ചുണ്ടാക്കുന്നത്? ഞാൻ അതുകൊണ്ടാണ് പതുക്കെ മുതൽ ഔക്കമാക്കാൽ അതുപോലെ പറഞ്ഞത്. എന്നമാക്കാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഇർഫാ ഖലീല, എന്നാൽ കുറച്ചൊന്ന് ശബ്ദം കൂട്ടിക്കോ. അങ്ങനെ ആയിക്കോട്ടെ, എന്നാൽ കുഴപ്പമൊന്നുമില്ല, ശബ്ദം കുറഞ്ഞിട്ട് തന്നെ ഓതിക്കോളി, പക്ഷേ കുറച്ചൊന്ന് ശബ്ദം കൂട്ടിക്കോ. ഇഹ്റാജൻ ലഹു അൻ മുറാദിഹി, എന്തിനാണല്ലോ ഒരു മുരീദാണല്ലോ, മുരീദിൻ്റെ താല്പര്യത്തിൽ നിന്ന് അവരൊന്നും കുറച്ചൊന്ന് മാറ്റുക എന്നുള്ളത് തർബിയത്തൻ ലഹു, അത് അവർക്കുള്ളൊരു തർബിയത്താണ്. ഒരാളിപ്പോൾ എനിക്കിതാണ് താല്പര്യം, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെയാണോ, എന്നാൽ കുറച്ച് ഇങ്ങനെ ആയിക്കോളി എന്ന് പറയുന്നത് അവരിഷ്ടത്തിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തേക്കാക്കൽ അവരോടുള്ള തർബിയത്താണ്. അപ്പോൾ ആ ഒരു തർബിയത്തായിക്കൊണ്ടാണ് അവർക്ക് അങ്ങനെ വിശ്വാസങ്ങൾ പറഞ്ഞത്. എന്നിട്ടും അങ്ങനെ ചെയ്യൽ നിർബന്ധമായിട്ടൊന്നല്ല. അല്ലാഹു തആല ആലം, അള്ളാഹുവിനാണ് കൂടുതൽ അറിയാവുന്നത്.